ദൈവം നമ്മളെ സൂക്ഷിക്കുന്നല്ലോ, ദൈവം നമ്മളെ പരിപാലിക്കുന്നല്ലോ. ഇന്നെനിക്ക് വന്ന് ആരും ഓർത്തില്ല. ഞാൻ ചോദിച്ചോടെ എത്ര പേര് വചനമാകുന്ന മരുന്ന് ഭക്ഷിച്ചു? ആമേൻ. 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 കർത്താവിൻ്റെ വചനം ഭക്ഷിച്ചിട്ട് വ്യത്യാസം വന്നവരിപ്പം ആരെങ്കിലും ഉണ്ടോ? ആമേൻ. ഇന്നാരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഇന്ന് വിശ്വാസ വചനങ്ങളെ കേട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ബലപ്പെടാം. ഇന്നത്തെ ദിവസം ഞാൻ എപ്പോഴും പറഞ്ഞ കർത്താവിൻ്റെ വചനം നാം ഭക്ഷിക്കുമ്പോൾ നമ്മുടെ അകത്തേക്ക് ആരോഗ്യമുണ്ടാകുകയാണ്. ഏതാരോഗ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാരീരികം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് ആത്മീയമായും ഭൗതികമായും ശാരീരികമായും നമുക്ക് ആരോഗ്യമുണ്ടാകും. കർത്താവിലുള്ള സമൃദ്ധി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരും. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥനയോടെ തന്നെ കർത്താവിൻ്റെ വചനങ്ങളെയൊക്കെ എത്ര പേരെന്ന് വിശ്വാസത്താൽ എക്സസൈസ് ചെയ്തവരുണ്ട്? ആമേൻ. 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 കർത്താവ് നമ്മളെ സകലത്തിലും സൂക്ഷിക്കുന്നല്ലോ. ദൈവം നമ്മളെ സകലത്തിലും അനുഗ്രഹമാക്കി സാക്ഷ്യമാക്കി ദൈവം നമ്മളെ മാറ്റുന്നു. തുടർമാനമായിട്ട് നമ്മൾ കർത്താവിൻ്റെ വചനം കേട്ടുവരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കേട്ട വചനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? സൃഷ്ടിക്കുന്ന ദൈവശക്തി. ആമേൻ. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടു സൃഷ്ടിക്കുവാൻ കഴിയുന്ന ദൈവശക്തി. ഇന്നലകളിൽ നമ്മൾ കേട്ട കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർമാനമായി കേട്ടു വരുന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് സൃഷ്ടിക്കുവാൻ കഴിയുന്ന ഒരു ദൈവശക്തിയുണ്ട്. നമ്മൾ ആ ദൈവശക്തി എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്നുള്ളത് കേട്ട് വരികയാണ്. ഇന്നും കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് തന്നെ നമുക്ക് കേൾക്കാം. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് ബലപ്പെടാം. സാഹചര്യങ്ങളല്ല നമ്മൾക്ക് മുമ്പിലെ ഏറ്റവും വലിയ വെല്ലുവിളി. നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കർത്താവിൻ്റെ വചനത്തെ ഏറ്റെടുക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ്. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനങ്ങളിലൂടെ തന്നെ നമുക്ക് കേൾക്കാം. കർത്താവിൻ്റെ വചനം നമ്മളെ സകലത്തിലും ഇന്ന് സാക്ഷ്യവും അനുഗ്രഹവുമാക്കി മാറ്റുന്നല്ലോ. ഇന്നത്തെ അനുഗ്രഹത്തിനായി ഞാനൊരു വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനമാണ്. കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യർ അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 2 കൊരിന്ത്യർ 2-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യമാണ്. അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? ആ വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യമാണ്. 2 കൊരിന്ത്യർ 5:7 എൻ്റെ കൂടെ എന്ന് പറഞ്ഞ് കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ നടക്കുന്നതെന്ന് പറഞ്ഞ്. വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നു. നമ്മൾ ഈ വചനങ്ങളെ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഒരു വിശ്വാസി നടക്കേണ്ടത് കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ. എങ്ങനെയാ വിശ്വാസം ഉണ്ടാകുന്നത്? റോമാലേഖനം 10-ാം അധ്യായത്തിന്റെ പ്രകാരം അറിയാവോ എങ്ങനെ വിശ്വാസം ഉണ്ടാകുന്നത്? വിശ്വാസം കേൾവിയാലും കേൾവി ദൈവത്തിന്റെ വചനത്താലും വരുന്നു. ആമേൻ. അങ്ങനെയെങ്കിൽ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് നടക്കുന്നതെന്ന് വചനം പറയുമ്പോൾ ഒരു വിശ്വാസി കാണുന്നത് നോക്കിയിട്ടല്ല നടക്കേണ്ടത്, പകരം കേൾക്കുന്നതനുസരിച്ചാണ് നടക്കേണ്ടത്. എൻ്റെ കൂടെ പറഞ്ഞേ, കേൾക്കുന്നത് പോലെ നടക്കണം. കേൾക്കുന്നത് പോലെ നടക്കണം. ആമേൻ. നമ്മൾ എന്താണോ കേൾക്കുന്നത്, നമ്മൾ എന്താണോ കാണുന്നതല്ല, എന്താണോ കേൾക്കുന്നത്, ആ കേൾക്കുന്നത് പോലെ വേണം നമ്മൾ നടക്കാൻ. ഇപ്പം നിങ്ങൾക്ക് ഓർക്കും ബ്രദറെ, എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് കേട്ട് നടക്കാൻ പറ്റുന്നത്? എങ്ങനെയാണ് ഒരു വ്യക്തി? സാധാരണ നമ്മളെല്ലാം കണ്ടോണ്ടല്ല നടക്കുന്നത്. ഇപ്പോൾ നിങ്ങളൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ എല്ലാം നെയിം ബോർഡ് ഉണ്ടല്ലേ. നിങ്ങൾക്കിപ്പോൾ ഒരു സ്ഥലത്ത് പോകണമെങ്കിൽ, തിരുവനന്തപുരത്തേക്ക് പോകണമെങ്കിൽ, നിങ്ങൾ കാറിലാണ് പോകുന്നതെങ്കിൽ വഴി നീളെ എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പം നിങ്ങൾ പാലക്കാട് നിന്നാണ് യാത്ര ആരംഭിക്കുന്നതെങ്കിൽ പാലക്കാട് മുതൽ തൃശ്ശൂരും എല്ലാം കവർ ചെയ്ത് പോകുമ്പോൾ അവിടെ എല്ലാം ഒരു നെയിം ബോർഡ് ഉണ്ട്. നിങ്ങൾക്ക് തിരുവനന്തപുരത്തേക്കാണ് പോകുന്നതെങ്കിൽ എത്ര കിലോമീറ്റർ ഉണ്ട്, എത്ര ദൂരം, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും അല്ലേ. ഓരോ സ്ഥലത്തെത്തുമ്പോഴേക്കും അവിടെ എല്ലാം ഒരു നെയിം ബോർഡ് കാണും. നമ്മളെ ഗൈഡ് ചെയ്യുന്നൊരു നെയിം ബോർഡ് ഉണ്ട്. അത് കണ്ടുകൊണ്ടാണ് നടക്കുന്നത്. നമ്മളെല്ലാവരും അങ്ങനെയാണ്. അങ്ങനെയെങ്കിൽ ബൈബിൾ നേരെ തിരിച്ചാണ് പറയുന്നത്. ഒരു വിശ്വാസി കണ്ടുകൊണ്ടല്ല ജീവിക്കുന്നത്, പകരം കേട്ടുകൊണ്ടാണ് നടക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? എന്താണോ കേൾക്കുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെ നടത്തം. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ബ്രദർ എങ്ങനെയാണ് ഈ കേട്ടുകൊണ്ട് നടക്കാൻ കഴിയുന്നത്? യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശു കർത്താവ് നല്ലൊരു ഉപമ പറയുന്നുണ്ട്. നല്ലൊരു ഉപമയാണ്. നമ്മളെ ദൈവം കാണുന്നത് ഒരാടായിട്ടാണ്. ഞാൻ ഈ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. യേശുവിനെ പറ്റി പറയുന്നു നല്ല ഇടയൻ. നമ്മൾ വിശ്വാസ പ്രഖ്യാപനത്തിൽ ഒരു വാക്ക് പറയുന്നുണ്ട്. ഏതാ വാക്കെന്നറിയാവോ? ആമേൻ. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും എന്ത് ചെയ്യത്തില്ല.
ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു, യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് യഹോവ ഒന്നിനും എന്ത് എൻ്റെ ചെയ്യത്തില്ല. ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാവുകയില്ല. ആമേൻ. എനിക്ക് ഒരു മുട്ടുണ്ടാകത്തില്ല. എപ്പോഴും പറഞ്ഞാൽ എനിക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല, കാര്യം എനിക്കൊരു ഇടയനുണ്ട്. എനിക്ക് മുട്ടുണ്ടാവുകയില്ല. ആമേൻ. അപ്പം ആമേൻ. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ ദൈവത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ഉറപ്പിച്ചോണം, നമ്മളത് കേട്ടാണ് നടക്കുന്നത്. ആമേൻ. ഇവിടെ ഞാൻ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം എങ്ങനെയാണ് കേട്ട് നടക്കുന്നതിനെ പറ്റി ബൈബിൾ പറയുന്നത് ശ്രദ്ധിച്ചോളാം. നിങ്ങൾക്ക് ആ വചനം കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വാതിലാകുന്നു, കാവൽക്കാരൻ വാതിൽ തുറന്നു കൊടുക്കുന്നു, ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകൾ അവൻ പേര് ചൊല്ലി പുറത്തു കൊണ്ടുപോകുന്നു. അപ്പൊ ശ്രദ്ധിച്ചോണം, ആടുകൾ ഇടയനെ കണ്ടോണ്ടാണോ നടക്കുന്നത്, കേട്ടോണ്ടാണോ അവർ യാത്ര ചെയ്യുന്നത്? ഈ വചനപ്രകാരം കേട്ടുകൊണ്ട്. ആമേൻ. ബൈബിള് പറയുകയാണ്, എൻ്റെ ആടുകൾ, യേശു പറയുകയാണ്, ഉദാഹരണം പറയണം, എൻ്റെ ആടുകൾ കണ്ടോണ്ടല്ല നടക്കുന്നത്, ഇടയൻ്റെ മുഖം നോക്കിയിട്ടല്ല നടക്കുന്നത്, പകരം എൻ്റെ ആടുകളോ എൻ്റെ ശബ്ദം കേൾക്കുന്നു, തൻ്റെ ആടുകളെ അവൻ പേര് ചൊല്ലി വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, തനിക്കുള്ളവയൊക്കെയും പുറത്തു പോകേണ്ടതിന് ശേഷം അവൻ പുറകെ അതിന് മുമ്പായി നടക്കുന്നു, ആടുകൾ ശബ്ദം അറിഞ്ഞ് അവയെ അനുഗമിക്കുന്നു. അപ്പം എന്തുകൊണ്ടാണ് ബൈബിൾ ഇവിടെ ആടുകളുടെ കേൾവിയുമായിട്ട് നമ്മളെ താരതമ്യം ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവവചന കേൾവിയെ പറ്റിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിച്ചോണം, ദൈവവചനം കേൾക്കുക എന്നൊരു പ്രാധാന്യം ഉള്ളതുകൊണ്ടാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. യേശു ആടുകൾ കണ്ടുകൊണ്ട് നടക്കുന്നവരല്ല, ആടുകൾ തൻ്റെ ഇടയൻ്റെ ശബ്ദം കേട്ട് അറിഞ്ഞ് അവർ മുന്നോട്ട് പോകുന്നു. എന്നിട്ട് അടുത്ത വാക്യത്തിൽ പറയുന്നു, അന്യന്മാരുടെ ശബ്ദം അറിയായ കൊണ്ട് അവ ഓടിപ്പോകുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, യേശു പറയുന്നു, ആമേൻ ആമേൻ ഞാനോട് പറയുന്നു, വാതിലൂടെ കടക്കുന്നവൻ എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരുമാകുന്നു. യേശു പിന്നെയും പറയുന്നു, ഞാനാകുന്നു വാതിൽ. ഹല്ലേലൂയ. അപ്പൊ യേശു ആടുകളെ പറ്റി പറഞ്ഞിട്ട് പറയുകയാണ്, കർത്താവിൻ്റെ വചനം, ഈ 16 വാക്യം കൂടെ കേട്ടിട്ട് നമുക്കൊന്നുകൂടെ വായിക്കാം. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, ഞാൻ നടത്തേണ്ടതാകുന്നു, അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരു ഇടയനും ആകും എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു വിശ്വാസി വചനം കേട്ടിട്ടാണ് യാത്ര ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കാഴ്ചയാലല്ല വിശ്വാസത്താൽ അത്രയും ഒരുത്തം നടക്കുന്നത് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം വിശ്വാസം ഉണ്ടാകുന്നത് കണ്ടോണ്ടല്ല. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, നമ്മൾ വിശ്വാസ ജീവിതത്തിൽ വരുമ്പോൾ നിങ്ങൾ പലതും കണ്ട് പേടിച്ചായിരിക്കും പ്രാർത്ഥനയ്ക്ക് വരുന്നത്, അല്ലേ? ബ്രദറെ, ആ വിഷയം എനിക്ക് വല്ലാതെ എന്നെ ഭാരപ്പെടുന്നു. എന്ത് വിഷയമാണ്? ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള വിഷയം, ഞാനിപ്പോൾ കാണുന്ന വിഷയം, അനുഭവിക്കുന്ന വിഷയം, ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഇവിടെ വരുമ്പോൾ നിങ്ങൾ കേൾക്കുന്നു, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ, ശ്രദ്ധിച്ചോണം, കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ കാണുന്നതിനേക്കാൾ ദൈവം എന്താണോ ചെയ്യുവാൻ പോകുന്നത് അത് കേൾക്കുന്നു. അത് കേൾക്കുമ്പോൾ, ശ്രദ്ധിച്ചോണം, അത് കേൾക്കുമ്പോൾ ബൈബിൾ പറയുന്നു, വിശ്വാസം കേൾവിയാലും, കേൾവി എങ്ങനെ ഉണ്ടാകുന്നത്? ക്രിസ്തുവിന്റെ വചനത്താൽ. ക്രിസ്തുവിന്റെ വചനത്താലും ഉണ്ടാവും. ക്രിസ്തുവിൻ്റെ വചനത്താൽ ഉണ്ടാകുന്നു. ആമേൻ. കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകുന്നു? വിശ്വാസം ഉണ്ടാകുന്നു. ഞാൻ പറയാം, അപ്പോൾ ഒരു വ്യക്തി നടക്കേണ്ടത് വിശ്വാസത്താലാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കേട്ടതനുസരിച്ച് വേണം നടക്കാൻ. ആമേൻ. കേട്ടതനുസരിച്ച്. നിങ്ങളിപ്പം മനസ്സിലൊന്ന് ചിന്തിച്ചോണം, ആടുകളും ഇടയനെയും പറ്റി നിങ്ങൾ ചിന്തിച്ചോണം. ആടുകൾ ശ്രദ്ധിക്കുന്നത് മുഴുവൻ ഇടയന്റെ മുഖമാണോ ശബ്ദമാണോ? പറ. ശബ്ദം. ആമേൻ. ഇപ്പൊ ഒരു ഇടയൻ അതിന്റെ വടിയുമായിട്ട് വന്നു, നിങ്ങളിപ്പോൾ ഒരു ഇടയന്മാർ ചെയ്യുന്നത് പോലെ മുഖമെല്ലാം മറച്ച്, ഫേസ് കാണാൻ പറ്റാത്ത രീതിയിൽ മുഖമെല്ലാം മറച്ച് തുണി കൊണ്ട് ചുറ്റിയിട്ട് ഇടയന്മാരുടെ ആ വേഷവും ധരിച്ച്, ഇനി ഇടയൻ ഇടുന്ന അതേ വസ്ത്രവും ധരിച്ചുകൊണ്ട്, അയാൾ ഊരിയിട്ട് അതേ വസ്ത്രവും ധരിച്ചുകൊണ്ട് ഇടയന്മാർ ഉപയോഗിക്കുന്ന അതേ വടിയായിട്ട് ചെന്നാൽ ആടുകൾ ഇങ്ങനെ സംശയത്തോടെ നിൽക്കും. എന്നിട്ട് നിങ്ങൾ എപ്പോഴാണ് വാ തുറന്ന് സംസാരിക്കുന്നത് ആ നിമിഷം മുതൽ ആടുകൾ ശ്രദ്ധിക്കുവാൻ തുടങ്ങും. യേശു പറഞ്ഞു, അന്യന്മാരുടെ ശബ്ദം കേൾക്കുമ്പോൾ അവ എന്ത് ചെയ്യുന്നില്ല? അന്യനെ എന്ത് ചെയ്യുന്നില്ല? അനുഗമിക്കുന്നില്ല. നിങ്ങൾ ഈ വാക്യം ശ്രദ്ധിച്ചോണം, വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വചനം തന്നെയാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധിച്ചോണം, ഈ വാക്യം നോക്കിയാൽ മതി. 5-ാമത്തെ വാക്യം, അന്യന്മാരുടെ ശബ്ദം അറിയായക കൊണ്ട്
അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകുന്നു. ആമേൻ. നിങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിച്ചോണം, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് പോകേണ്ടത്. എന്താ വിശ്വാസം എന്ന് പറഞ്ഞാൽ കേട്ടതനുസരിച്ച് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഒരു ചോദ്യം, ബ്രദറെ, കേട്ട വചനം അനുസരിച്ച് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? ഒരു ചോദ്യമാണ്. ഞാൻ വചനം കേൾക്കുന്നുണ്ട് ബ്രദറെ, പക്ഷേ എൻ്റെ ജീവിത സാഹചര്യം, ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വിഷയങ്ങൾ, ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ, ഞാൻ ആയിരിക്കുന്ന വിഷയങ്ങൾ, അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ഞാൻ വചനം കേട്ട് നടക്കുന്നത്? ഞാൻ ഒന്നുകൂടെ പറയാം, നിങ്ങൾ ആടുകളെ ശ്രദ്ധിക്കാൻ ഞാൻ വീണ്ടും പറയുകയാണ്. ആടുകൾക്കൊരു പ്രത്യേകത ഞാൻ പറഞ്ഞു. അവർ കണ്ടുകൊണ്ടല്ല നടക്കുന്നത്, അവർക്ക് കാഴ്ചയില്ലാഞ്ഞിട്ടല്ല, അവർ ശ്രദ്ധിക്കുന്നത് മുഴുവനും ഇടയന്മാരുടെ ശബ്ദമാണ്. ഇടയന്റെ ശബ്ദത്തിന് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, സങ്കീർത്തനം 23 പറയുന്നു, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് എന്ത് ചെയ്യും? അവൻ നിങ്ങളെ നടത്തും. അപ്പൊ ആരാ നടത്തുന്നത്? ആരാ നടത്തുന്നത്? ഞാൻ 23 സങ്കീർത്തനം നിങ്ങൾക്കൊന്ന് വായിക്കാം. 23 സങ്കീർത്തനത്തിൽ വായിച്ചു ഒന്ന് പറഞ്ഞു. യഹോവ എന്റെ ഇടയനാവുന്നു. യഹോവ എന്റെ ഇടയനാവുന്നു, എനിക്ക് മുട്ടുണ്ടാകുകയില്ല. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവിടുന്ന് എന്നെ കിടത്തുന്നു. അപ്പൊ ശ്രദ്ധിച്ചോണം, പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് അവൻ എന്നുള്ളത് ഇടയനാ. ഇടയൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള വെള്ളത്തിന്റെ അരുകത്തേക്ക് എന്നെ നടത്തുന്നു. അപ്പൊ ആടുകൾ ശ്രദ്ധിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇടയന്റെ ശബ്ദം. ഇടയന്റെ ശബ്ദത്തെ എന്തിനാ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആടുകൾക്കറിയണം എവിടെയാണ് പച്ചപ്പുള്ളത് അവിടേക്ക് എൻ്റെ ഇടയൻ എന്നെ നടത്തും, എവിടെയാണ് സ്വസ്ഥമായിട്ടുള്ള വെള്ളമുള്ളത് അവിടേക്ക് എൻ്റെ ഇടയൻ നടത്തും. അപ്പം ഇടയൻ്റെ ശബ്ദം കേട്ട് നിങ്ങൾ എന്ത് ചെയ്യുകയാണ്? നടക്കുകയാണ്. അപ്പം ഈ നടക്കുക എന്നുള്ളത് ഇനി ആത്മീയ ജീവിതത്തിൽ വരുമ്പോൾ എങ്ങനെയാണ് ഈ നടക്കുന്നത്? ആടുകളും ഇടയനൊക്കെ നമുക്ക് മനസ്സിലായി, പക്ഷേ ഈ വിശ്വാസ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ജീവിതത്തിൽ എങ്ങനെയാണത് പ്രാവർത്തികമാക്കുന്നത്? 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ പറയുന്നു, ഞാൻ വിശ്വസിച്ചു. അപ്പൊ എങ്ങനെ വിശ്വാസം ഉണ്ടാകുന്നത്? എങ്ങനെ വിശ്വാസം ഉണ്ടാകുന്നത്? അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇനി വിശ്വാസം എന്ന വാക്ക് മാറ്റിയിട്ട് ഞാൻ കേട്ടു എന്ന് പറ. ഞാൻ കേട്ടു. അങ്ങനെയെങ്കിൽ അടുത്ത വാക്യം എന്നാ പറഞ്ഞേക്കുന്നത്? ഞാൻ കേട്ടു. ഇനി വിശ്വസിച്ചു എന്ന് പറയരുത്, ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ അല്ലല്ല, നിങ്ങൾ വചനം നോക്കി 13-ാം വാക്യം, സംസാരിച്ചു. അപ്പൊ ശ്രദ്ധിച്ചോണം, വിശ്വസിച്ചു എന്നുള്ള വാക്ക് വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കേൾക്കണം. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ കേൾക്കണം. വചനം പറയുന്നു, മതി നിങ്ങൾ മ്യൂട്ട് ചെയ്തു. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അപ്പൊ വിശ്വാസം എന്ന വാക്ക് ഞാൻ അവിടെ മാറ്റി, വിശ്വാസം ഉണ്ടാകുന്നത് കേൾവിയാലാണ്. അപ്പൊ ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ശ്രദ്ധിച്ചോണം. അപ്പൊ എങ്ങനെയാണ് ആടുകൾ നടക്കുന്നത് പോലെ വചനപ്രകാരം നടക്കുന്നു വെച്ചാൽ, നിങ്ങൾ എന്ത് വചനമാണോ കേൾക്കുന്നത് ആ വചനം നിങ്ങൾ സംസാരിക്കണം. അടുത്ത വാക്യത്തിൽ പറയുന്നു, വിശ്വാസത്തിന്റെ അതേ ആത്മാവ്. ഇനി ആ വാക്ക് ശ്രദ്ധിച്ചോണം, വിശ്വാസത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞാൽ വിശ്വാസം തരുന്ന ആത്മാവ് ഞങ്ങളിലുള്ളതിനാൽ ഞങ്ങളും വിശ്വസിക്കുന്നു, അതുകൊണ്ട് സംസാരിക്കുന്നു. കർത്താവായ യേശുവിനെ ഉയർപ്പിച്ചവൻ ഞങ്ങളെയും യേശുവിൻ്റെ കൂടെ ഉയർപ്പിച്ചു, നിങ്ങളോട് കൂടെ തിരുസന്നിധിയിൽ നിർത്തുകയും എന്ന് ഞങ്ങൾ അറിയുന്നു. ഇനി കേട്ടോണം, വിശ്വാസം തരുന്ന ആത്മാവ്. ഇനി കേട്ടോണം, അപ്പൊ എനിക്ക് വിശ്വാസം തരുന്ന പരിശുദ്ധാത്മാവ് എങ്ങനെയായിരിക്കും വിശ്വാസം തരുന്നത്? ഒന്ന് പറയാവോ? എങ്ങനെയായിരിക്കും പരിശുദ്ധാത്മാവ് വിശ്വാസം തരുന്നത്? ഇത്രയും പറഞ്ഞത് വെച്ച്. കേൾവിയാൽ. ഇപ്പൊ മനസ്സിലായോ? പരിശുദ്ധാത്മാവ് നമുക്ക് വിശ്വാസം തരുന്നത്, വിശ്വാസത്തിന്റെ അതേ ആത്മാവ് ഉള്ളത് കൊണ്ട് ഞാൻ സംസാരിക്കുന്നു പൗലോസ് പറഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിക്കും. ആദ്യം പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിക്കും. കേട്ടത് നമ്മൾ സംസാരിക്കുന്നില്ലെങ്കിൽ നമുക്ക് നടക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നിങ്ങൾക്ക് പിടികിട്ടിയോ? നിങ്ങൾ പറയാം, കർത്താവ് എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവുണ്ട്, എനിക്ക് വിശ്വാസമുണ്ട്, പക്ഷെ എനിക്ക് ഒരു അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അപ്പം നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നു. എന്തുകൊണ്ട് സ്റ്റക്കായി? ഇനി നമുക്ക് നേരെ ആടുകളിലേക്ക് വരാം. ഒരാട് അവിടെ നിൽക്കുക, മുന്നോട്ട് പോകാൻ കഴിയാതെ ആട് സ്റ്റക്കായി നിൽക്കുക. എന്തായിരിക്കും കാരണം? നമ്മൾ ആദ്യം പറഞ്ഞ വചനപ്രകാരം സ്വരം കേട്ടില്ല, ഇടയന്റെ സ്വരം കേട്ടില്ല. അത് കാരണം ഇടയന്റെ സ്വരം കേട്ടില്ല. ഒച്ച കേൾക്കാതെ ആടിങ്ങനെ നിൽക്കുക. കാര്യം എങ്ങോട്ട് പോകണമെന്ന് ആടിന് അറിയത്തില്ല. ഒരു സ്റ്റെപ്പ് വെച്ചാൽ ആടിൻ്റെ അകത്തൊരു ഭയമുണ്ട്, ഇനി ചെന്നായി എന്നെ പിടിക്കുമോ, ഞാൻ കുഴിയിൽ വീഴുമോ, ഞാൻ നശിച്ചു പോകുമോ എന്നൊക്കെ ഒരു ചിന്തയിൽ. ഞാൻ ഉദാഹരണം പറയാം കേട്ടോ. ആടിങ്ങനെ സ്റ്റക്കായി നിൽക്കും. പെട്ടെന്ന് അവിടെ എവിടെ നിന്നോ
ഇടയൻ കയറി. നമുക്കറിയാം ഈ ആട്ടിടയന്മാർക്ക് നിങ്ങളുടെ വീട്ടിലൊക്കെ ആടിനെയൊക്കെ വളർത്തുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ അതിനൊരു പേരൊക്കെ ഇടും അല്ലേ. നമ്മൾ ആടിനൊക്കെ കിങ്ങിണി എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു പേരങ്ങ് ഇടും. പക്ഷേ ഈ 100 200 ആടുള്ള ആട്ടിടയന്മാർക്ക് എല്ലാവരുടെയും പേര് വിളിക്കാൻ പറ്റത്തില്ല. അവർക്ക് പ്രത്യേക തരത്തിലൊരു സിമ്പൽസോ സൗണ്ടോ കാണും. ഒരു പ്രത്യേക രീതിയിൽ ചിലപ്പോൾ അവർ ശബ്ദം വെക്കുമായിരിക്കും. എനിക്കറിയത്തില്ല ഇടയന്മാരെ പറ്റി. എനിക്ക് എൻ്റെ ഒരു ചെറിയ അറിവ് വെച്ചാൽ പറഞ്ഞത് പ്രത്യേക അല്ലെങ്കിൽ ഈ 100 ആടുകൾക്ക് പേരിടാൻ പറ്റുമോ? 200 ആടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 500 ആടുണ്ടെങ്കിൽ അതിനൊക്കെ പേര് വിളിക്കാൻ പറ്റുമോ? യേശു തന്നെ പറയുന്നുണ്ട് 100 ആടുണ്ടെങ്കിൽ 99. അപ്പം നമുക്കറിയാം യേശുവിന് പേര് വിളിക്കാൻ പറ്റും. ഞാനൊരു ഇടയനായിട്ട് കമ്പയർ ചെയ്താൽ 200 ആടുകളുടെ പേര് വിളിച്ചു കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഏതെങ്കിലും ഒരു സിമ്പലോ ഇവർ ഉപയോഗിക്കുന്ന എല്ലാ ആടുകളുടെയും ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവരുന്ന ചിലപ്പോൾ ഒരു സിമ്പലായിരിക്കാം, ഒരു വാക്കിൻ്റെ എന്തെങ്കിലും ഒരു സൈൻ ആയിരിക്കാം. ഇത് കിട്ടിയ ഉടനെ ആടെന്ത് ചെയ്യും? നടക്കും. ഇനി ശ്രദ്ധിച്ചോണം, പരിശുദ്ധാത്മാവ് നമുക്ക് വിശ്വാസം തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ കേൾപ്പിക്കും. അതുകൊണ്ടാണ് വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമുക്ക് വിശ്വാസം വർദ്ധിപ്പിക്കുന്നതും വിശ്വാസം തരുന്നതും എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മളെ കർത്താവിൻ്റെ വചനം കേൾപ്പിക്കും. ഇനി ഈ കേട്ട വചനം നിങ്ങൾ പറയുന്നില്ലെങ്കിൽ, ഒന്നുകൂടെ ഞാൻ പറയാം, കേൾക്കുന്ന വചനം നിങ്ങൾ പറയുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ വചനത്തോട് പ്രതികരിക്കുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ഇപ്പൊ നിങ്ങൾ യേശുവിനെ കർത്താവും രക്ഷിതാവും എന്ന് വാഗോണ്ട് ഏറ്റു പറഞ്ഞാലേ രക്ഷിക്കപ്പെടത്തുള്ളൂ എന്ന് ബൈബിൾ പറയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഏറ്റു പറഞ്ഞില്ലേ? ഹൃദയത്തിൽ വിശ്വസിച്ചാൽ പോരെ, ഏറ്റു പറഞ്ഞില്ലെങ്കിൽ രക്ഷിക്കപ്പെടത്തില്ലേ എന്നൊരു ചോദ്യം ചോദിച്ചാൽ ബൈബിൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഏറ്റു പറയണം. ആമേൻ. വചനം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഏറ്റു പറയണം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, വിശ്വാസത്തിൻ്റെ ആത്മാവ് ഉള്ളതുകൊണ്ട് ഞാനും വിശ്വസിക്കുന്നു, അതുകൊണ്ട് ഞാനും സംസാരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ ചോദിച്ചോട്ടെ, ഇങ്ങനെ സംസാരിക്കുന്നവർക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? അവർ കാഴ്ചയാലല്ല, അവർ വിശ്വാസത്താൽ നടക്കുവാൻ തുടങ്ങും. അപ്പം ഇവിടെ നടക്കുക എന്നോ ആക്ഷനെയാണ് സംസാരിക്കുക എന്നുള്ളതിലേക്ക് വിശ്വാസ ജീവിതത്തിലേക്ക് വരുന്നത്. ഇപ്പം നിങ്ങൾ ചിന്തിക്കും, ബ്രദറെ, ഞാൻ ഈ കേൾക്കുന്ന വചനമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ വല്ലതും നടക്കുവോ? ഒരു ചോദ്യം, വല്ലതും നടക്കുവോ ഇല്ലയോ? നടക്കുവോ ഇല്ലയോ? നിങ്ങൾ പറ. നടക്കും. ഞാൻ ഇതിൻ്റെ നടക്കും. ഇടയ്ക്ക് ഒരു കാര്യം നടക്കും. ചോദിക്കാം. ഞാൻ ഇന്ന് വൈകുന്നേരം ഞാൻ റിപ്ലൈ തന്ന ജയശ്രീ എന്ന് പറഞ്ഞ സഹോദരി പ്രാർത്ഥനയിലുണ്ടോ? സിസ്റ്റർ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. സിസ്റ്റർക്ക് സംസാരിക്കാൻ പറ്റുമോ? ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുമോ സിസ്റ്ററെ? പറ്റുമ്പോ കൂടെ കുട്ടികള് മോളുടെ അവര് ബഹളം ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, കുഴപ്പമൊന്നുമില്ല സിസ്റ്ററെ. ഞാൻ ആ ജയശ്രീ, 2 ജയശ്രീമാരുണ്ട്. കൊല്ലത്തു നിന്നുള്ള ജയശ്രീ സഹോദരിയടാ. കേൾക്കാൻ പറ്റുന്നുണ്ടോ? സിസ്റ്റർക്ക് സംസാരിക്കാൻ പറ്റുമോ? സിസ്റ്റർ ക്ലിയർ ആണോ? ചോളിത്തി പറയാവോ? സിസ്റ്ററെ, ഞാൻ ചോദിച്ച വേറൊന്നുമല്ല, പരിശുദ്ധാത്മാവ് ഇടപെട്ടൊരു കാര്യം എല്ലാവരുടെയും വിശ്വാസത്തിനായിട്ടൊന്ന് ചോദിക്കാൻ വേണ്ടിയാണ്. കുഴപ്പമുണ്ടോ? സിസ്റ്റർ കേൾക്കാവോ? കുഴപ്പമുണ്ടോ? അതോ ഞാൻ പറഞ്ഞാൽ മതിയോ? ഓക്കെ, ഞാൻ സിസ്റ്റർ പറഞ്ഞ വോയിസ് കേൾപ്പിച്ചോട്ടെ? കുഴപ്പമുണ്ടോ? വീട്ടിൽ കേട്ടാൽ കുഴപ്പമുണ്ടോ? കുഴപ്പമില്ല. വേണേ സിസ്റ്റർ ഒന്ന് മ്യൂട്ട് ചെയ്തോ, മൈക്ക് ഹെഡ് മൂക്കിയത്. ഞാൻ വേറൊന്നുമല്ല, പരിശുദ്ധാത്മാവ് ഇന്നലെ ഇടപെട്ടൊരു കാര്യമാണ്. സിസ്റ്റർ പേരെന്തായിരുന്നു ഞാൻ പറഞ്ഞത്? ഹലോ, സിസ്റ്റർ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഞാൻ എന്തിനാണ് ഈ വോയിസ് റെക്കോർഡ് കേൾപ്പിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് പറയുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ, ദൈവാത്മാവ് കഴിഞ്ഞ ദിവസം ഷൈല എന്ന് പറയുന്ന ഒരു സഹോദരി വാക്ക് നിമിത്തം ഭാരപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്ററെ കർത്താവ് ഇന്ന് സ്പർശിക്കുന്നു എന്ന് പറയാൻ ഇടയായി തീർന്നു. എത്ര പേര് ഇത് കേട്ടായിരുന്നു? അപ്പം ഞങ്ങൾക്ക് ഞാനൊരു വോയിസ് സിസ്റ്റർ പറഞ്ഞ അത് വേറൊന്നുമല്ല, ദൈവാത്മാവ് ആ സഹോദരി ആ കുടുംബത്തെ തൊടുവാനും ആ കുടുംബത്തെ പരിശുദ്ധാത്മാവ് ഏറ്റെടുക്കുകയും അവരുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടാൻ തുടങ്ങാൻ പോകുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിനും കേൾക്കുന്നവരുടെ വിശ്വാസത്തിനും ഒരു സാക്ഷ്യം പോലെ ഞാനിത് കേൾപ്പിക്കുകയാണ്. സിസ്റ്റർക്ക് അത് പറയാൻ പറ്റുന്നൊരു സാഹചര്യമല്ല ഭവനത്തിൽ, പക്ഷെ ഞാനിത് കേൾപ്പിക്കുന്ന വേറൊന്നുമുണ്ടല്ലോ സിസ്റ്ററെ, നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിക്കാൻ വേണ്ടി, യേശു ക്രിസ്തു നമ്മളെ കാണുന്നുണ്ട് എന്ന് മറ്റുള്ളവരിൽ അറിയണം വേണ്ടി ഞാനൊന്ന് കേൾപ്പിക്കാൻ. സിസ്റ്റർ പറഞ്ഞ സാക്ഷ്യം പോലെ ഞാൻ കേൾപ്പിക്കാം. ബ്രദറിന്റെ സൗണ്ടിലൂടെ
എനിക്ക് കേൾക്കാൻ പറ്റി. ഷൈല എന്ന സഹോദരിയെ ദൈവം തൊടുന്നു. അവര് പറഞ്ഞേക്കുന്ന വാക്കിനാൽ വേദനപ്പെട്ട് കൊണ്ടിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ ഒരു മെസ്സേജ് ഞാൻ കേട്ടു. എൻ്റെ സഹോദരിയാണ് ഷൈല എന്ന് പറയുന്ന വ്യക്തി. എന്നോട് പിണക്കമാണ്, ഒത്തിരി വിശ്വാസ സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ കൊണ്ട്. ആമേൻ. അപ്പോൾ സിസ്റ്റർ അയച്ചൊരു മെസ്സേജാണ് ഞാനത് കേൾപ്പിക്കാൻ കാരണം. ആദ്യമായിട്ടാണ് സിസ്റ്റർ ഈ പ്രാർത്ഥനയ്ക്ക് കയറുന്നത്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എപ്പോഴോ ആണ് സിസ്റ്ററെ, എത്ര ദിവസമായി സിസ്റ്ററെ യൂട്യൂബിൽ ഈ പ്രെയർ കണ്ടത്? സിസ്റ്ററെ ആരെങ്കിലും ലിങ്ക് അയച്ചാണോ? സിസ്റ്റർ തന്നെ കണ്ടതാണോ? ഇല്ല, ഒരാഴ്ചയായി. ആരെങ്കിലും അയച്ചു തന്നാണോ സിസ്റ്ററെ? അല്ല. സിസ്റ്റർ യാദൃശികമായിട്ടാണ് യൂട്യൂബിൽ പ്രാർത്ഥന കാണാൻ ഇടയായി തീർന്നത്. എങ്ങനെയോ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴായിരിക്കാം. അപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഇന്നലെയാണ് ഇന്നലെയാണെന്ന് തോന്നുന്നു അല്ലേ ഈ കാര്യം ഇടപെട്ടത് അല്ലേ സിസ്റ്ററെ? ഇന്നലെയാണ്. അപ്പോൾ അതുവരെ സിസ്റ്റർ യൂട്യൂബിൽ പ്രാർത്ഥന കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാനുമായിട്ടോ നിങ്ങളുമായിട്ടോ നമ്മുടെ കൂടെയുള്ള ആരുമായിട്ടോ ഒരു കണക്ഷനും ഇല്ല. സിസ്റ്റർ കൊല്ലത്തിരുന്നു കൊണ്ട് യൂട്യൂബിൽ അത് കാണുന്നു. എന്നാൽ ഇന്നലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വാക്ക് പറഞ്ഞു. ഇപ്പം നിങ്ങൾ കേട്ടതുപോലെ തന്നെ ഇന്ന സഹോദരി എടുത്തെടുത്ത് തരാ വാക്ക് അല്ലേ സിസ്റ്റർ? 2 പ്രാവശ്യം എടുത്ത് വാക്ക് പറഞ്ഞു. ഒരു സഹോദരി ആണ് അല്ലേ? അതെ. സഹോദരിയാണ്. ആ സഹോദരിയുടെ ഇന്ന പേരുകാരിയാണ്. ആ പേരുകാരി ഇപ്പം പറഞ്ഞതുപോലെ തന്നെ നിമിത്തം, ചില വാക്കുകൾ നിമിത്തം മുറിവേറ്റ് വേദനപ്പെട്ടിരിക്കുന്ന ഒരു സിസ്റ്ററെ ദൈവം തൊടുകയാണെന്നുള്ളത് എത്ര പേരത് കേട്ടായിരുന്നു ഇന്നലെ? അല്ലെങ്കിൽ യൂട്യൂബിൽ കിടപ്പുണ്ട് ഇന്നലത്തെ പ്രാർത്ഥന? ആമേൻ. ആമേൻ. ഞാനിത് എന്തുകൊണ്ടാണ് ഈ വചനത്തിനിടയ്ക്ക് ഞാനിത് പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നിൽക്കുന്ന ഒരു സ്ഥലം, നമ്മൾ നിൽക്കുന്ന പരിശുദ്ധാത്മ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കവറിങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം കാണുന്നുണ്ട്. ഒന്നാലോചിച്ച് നോക്കി. നിങ്ങളിപ്പോൾ ആരെങ്കിലും മിസ്റ്റർക്ക് ഒരു ലിങ്ക് അയച്ചു കൊടുത്താണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സംശയിക്കാം, ആ ബ്രദർ ചിലപ്പോൾ അത് ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. കാര്യം അവരെ കൊണ്ട് ലിങ്ക് അയപ്പിച്ചിട്ട് അവരുടെ ഡീറ്റെയിൽസ് വെച്ച് പറയുന്നതായിരിക്കും. പക്ഷേ സിസ്റ്റർക്ക് അറിയത്തില്ല. സിസ്റ്റർ യൂട്യൂബിൽ സ്ക്രോൾ ചെയ്ത് പോയപ്പം ഒരാഴ്ച മുമ്പോ 2 ദിവസം മുമ്പോ ഏതൊക്കെയോ നമ്മുടെ പ്രാർത്ഥന കാണാൻ ഇടയെത്തുന്നത്. അത് ഇങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുക 2 ദിവസമായിട്ട്. ഒരാഴ്ചയായിട്ടല്ലേ സിസ്റ്ററെ? ഇന്നലെയാണ് ആ ദൈവിക ആലോചന സിസ്റ്റർ ഭാരപ്പെട്ടിരിക്കുകയാണ്. ആ കുടുംബത്തിന് വേണ്ടി ദൈവാത്മാവ് വ്യക്തം ആലോചിച്ച് നോക്കി. കൊല്ലത്തിരിക്കുന്ന സിസ്റ്റർ, ഇന്ന് ഞാൻ അറിയാം ഞാൻ ഏത് രാജ്യത്താണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഈ ഒരു സമയത്ത് സൂമിൽ കൂടുമ്പോൾ ഇതിൻ്റെ അകത്തില്ലേ ആള്? ഇന്നലെ സിസ്റ്റർ ഈ സൂം പ്രയറിലുണ്ടോ? ഇന്നലെ ഉണ്ടോ? ഇന്നലെ സൂം പ്രയറിലില്ല. അപ്പം ഞാൻ എടുത്ത് നിങ്ങളൊരു വാക്ക് പറഞ്ഞായിരുന്നു. സൂം പ്രയറിലാണെന്ന് എനിക്ക് അറിയത്തില്ല, യൂട്യൂബിലാണെന്ന് എനിക്ക് അറിയത്തില്ല, ഫേസ്ബുക്കിലാണെന്ന് എനിക്ക് അറിയത്തില്ല. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചായിരുന്നു? അപ്പൊ എനിക്കത് അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു. അപ്പൊ ഇതിൻ്റെ അകത്തുള്ള ആളല്ലായിരുന്നത് സിസ്റ്റർ. അപ്പോഴാണ് യൂട്യൂബിൽ കഴിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു. ഞാൻ ശരിക്കും പറഞ്ഞ വൈകുന്നേരമാണ് ആ മെസ്സേജ് ഓപ്പൺ ചെയ്യാൻ എനിക്ക് സമയം കിട്ടിയത്. ഞാൻ അപ്പം തന്നെ സിസ്റ്റർക്ക് മെസ്സേജ് അയച്ചു. നമ്മുടെ പ്രയറിന്റെ ലിങ്ക് ഞാൻ ഇന്ന് അയച്ചു കൊടുത്തു. ഞാൻ സിസ്റ്ററോട് പറഞ്ഞൊരു വാക്കുണ്ട്, സിസ്റ്ററെ കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഞാൻ എന്തിനാ ഈ വചനത്തിന്റെ ഇടയ്ക്ക് ഞാനിത് പറയാൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ, നമ്മളെ ഓരോരുത്തരും ഈ ദിവസങ്ങളിൽ ഭാരപ്പെടുന്ന വിഷയത്തെ നോക്കിയിട്ട് ഞാൻ യേശുവിന്റെ നാമത്തിൽ പറയും, നിങ്ങൾ തകർന്നു പോകത്തില്ല. എൻ്റെ കൂടെ ആമേൻ പറഞ്ഞു. നിങ്ങൾ നശിച്ചു പോകത്തില്ല. കർത്താവ് നിങ്ങളെ കണ്ടിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ആദ്യമായിട്ട് പ്രാർത്ഥനയെ 3-4 ദിവസമായിട്ട് യൂട്യൂബിൽ മാത്രം കണ്ട് ഇന്ന് ആദ്യമായിട്ട് പ്രാർത്ഥനയ്ക്ക് കയറി ഈ സഹോദരിയെ പറ്റി ദൈവത്തിന് ഇത്രയും പദ്ധതി ഉണ്ടെങ്കിൽ തുടർമാനമായിട്ട് ഈ പ്രാർത്ഥനയെ പങ്കുചേർന്ന് നിങ്ങളെ പറ്റി എത്ര അധികം ദൈവത്തിന് പ്ലാൻ ഉണ്ടെന്ന് ഓർത്ത് നോക്കി. ആമേൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇതൊന്ന് നിർത്തിയിട്ട് ഞാനത് ദൈവിക ആലോചന ഞാൻ ഉറപ്പാടും പറഞ്ഞില്ല. പരിശുദ്ധാത്മാവ് ഒരു ദൂത് ഇടപെട്ടല്ലോ, ഒരു ആലോചന, പ്രവചനാലോചന ആയിക്കോട്ടെ, വചനശബ്ദമായിക്കോട്ടെ. ഒത്തിരി പേരിങ്ങനെ അയക്കുന്നുണ്ട്. പക്ഷെ പലർക്കും ഞാൻ പ്രാർത്ഥന ലിങ്ക് അയക്കുന്നുണ്ട്. കയറിയുന്നവർ മാത്രമേ ഞാൻ ഈ സാക്ഷ്യങ്ങൾ, പ്രൊജക്റ്റുകൾ, കാര്യം കയറുന്നവർക്ക് ആവശ്യമുള്ളവരാണ്. അല്ലാത്തൊരു കർത്താവ് പറഞ്ഞതുപോലെ വെറുതെ വന്നു പോകുന്നു. ഒത്തിരി അത്ഭുതങ്ങൾ ഒത്തിരി പേർ അയക്കുന്നുണ്ട്. ബ്രദറെ, എനിക്ക് ആ വചനം എൻ്റെ ആലോചനയായിരുന്നു, എന്നോട് സംസാരിച്ചാണ്. പക്ഷെ ആ ഏറ്റെടുത്ത് കർത്താവിൻ്റെ സന്നിധിയിൽ വന്നതുകൊണ്ടാണ് ഞാൻ സിസ്റ്ററെ എടുത്ത് ഞാൻ പേര് പറഞ്ഞത്. എന്തുകൊണ്ടെന്നാൽ കർത്താവ് നിങ്ങളെ കണ്ടതുകൊണ്ടാണ്. ആമേൻ. കർത്താവ് നിങ്ങളെ കേട്ടത് കൊണ്ടാണ്. നമ്മളൊരു കാര്യം എപ്പോഴും ഓർത്തോണം. നമ്മൾ നിൽക്കുന്ന വിശ്വാസ ജീവിതം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു ഞാൻ പറഞ്ഞില്ല, ഈ ഒരു പ്രാർത്ഥനയിൽ നിങ്ങൾ ഇരിക്കുമ്പോൾ നിങ്ങളൊരു വലിയൊരു സ്പിരിച്വൽ കവറിങ്ങിൻ്റെ അകത്താണ് ഇപ്പം നിൽക്കുന്നത്. നിങ്ങളെ ഇപ്പം ഞാൻ പറഞ്ഞു, ഞാൻ ഇവിടെ നിന്ന് കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഓരോരുത്തരുടെ A to Z കാര്യങ്ങളെ പരിശുദ്ധാത്മാവിന് അറിയാം. എപ്പോൾ എവിടെ തൊടണമെന്ന് പരിശുദ്ധാത്മാവിന് അറിയാം. എവിടെ ഇടപെടണമെന്ന് കർത്താവിന് വ്യക്തമായിട്ട് അറിയാം. ആമേൻ. അപ്പൊ തുടർച്ചയായിട്ട് ഞാൻ ഈ വചനം ഒന്ന് പറഞ്ഞു നിർത്തിട്ട് ഞാൻ വീണ്ടും ഒന്ന് പ്രാർത്ഥിക്കാം. പെട്ടെന്ന് പറഞ്ഞു. അതായത് സഹോദരിയുടെ ഈ സാക്ഷ്യം ബ്രദർ കേൾപ്പിച്ചില്ല. അത് അവരുടെ വായിൽ നിന്ന് തന്നെ കേൾക്കുമ്പോൾ നമ്മളത് ഒരുപാട് കേൾക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് അത്രയധികം ആവേശവും, സത്യത്തിൽ നമുക്ക് ഒരുപാട്
ആവേശം തോന്നുന്നു. കാര്യം നമ്മുടെ കാര്യങ്ങളെല്ലാം കർത്താവ് അറിയുന്നു, പരിശുദ്ധാത്മാവ് അറിയുന്നു എന്നുള്ളത് അത് ഈ കൂട്ടായ്മയിൽ വരുന്ന ഓരോ വ്യക്തി ശക്തിപ്പെടുത്തുക എനിക്ക്. അപ്പൊ എല്ലാവരും അവനവന്റെ വായ കൊണ്ട് പറഞ്ഞാൽ നന്നായിരുന്നു. എന്തായാലും അങ്ങനെ സാധിക്കട്ടെ. ആമേൻ. കർത്താവ് സഹോദരി തീർച്ചയായും. കാര്യം സിസ്റ്റർക്ക് വീടിൻ്റെ അകത്തായതുകൊണ്ടാണ് ഞാൻ നിർബന്ധിക്കാഞ്ഞത്. കാര്യം ഒരു വിശ്വാസ കുടുംബം അല്ല സിസ്റ്റർ. എന്നോട് മെസ്സേജ് അയച്ചായിരുന്നു, ബാക്കി അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതുകൊണ്ടാണ് പെർമിഷൻ ഞാൻ ചോദിച്ചത്. ഞാൻ അപ്പോഴും പറയാറില്ല, ഇപ്പോൾ എല്ലാവരും ചില കുടുംബത്തിൽ ഒരാൾ മാത്രമേ പ്രാർത്ഥന വരുന്നുള്ളൂ, വീട്ടിൽ എതിർപ്പുള്ളവരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പലരെയും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പലപ്പോഴും ചിലർ പറയും, ബ്രദറെ വിളിച്ചിട്ട് ഞാൻ കുറേ വിളിച്ചു, ബ്രദർ തിരിച്ചു വിളിച്ചില്ല എന്ന് പറയാത്തതിൻ്റെ കാര്യം പല കോളുകളും ഞാൻ തിരിച്ചു വിളിക്കാത്തവർ ചിലപ്പം ചിലർക്ക് അറിയത്തില്ല. ചിലർ പ്രാർത്ഥനയ്ക്ക് പോകുന്നത് ഹസ്ബൻഡിന് ഇഷ്ടമില്ലാത്തവരുണ്ട്, മക്കൾക്ക് ഇഷ്ടമില്ലാത്തവരുണ്ട്. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ എൻ്റെ നമ്പറിൽ തിരിച്ചു വിളിക്കാത്തത്. ചിലപ്പോൾ അവർ വിളിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ക്ലാഷ് ആകണ്ട ചില ചോദ്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും തിരിച്ചു വിളിക്കാത്തത്. എങ്കിലും കർത്താവ് നടത്തട്ടെ. ഞാൻ അതുകൊണ്ട് പെർമിഷൻ ചോദിച്ചുകൊണ്ടാണ് ഇട്ടത്. കർത്താവ് ഇനിയും ബലപ്പെടുത്തട്ടെ. അപ്പോൾ ഈ വചനം നമുക്ക് കേട്ടതുപോലെ തന്നെ ഇനിയും ഞാൻ പറഞ്ഞില്ലേ, സ്പിരിച്വൽ എക്സ്പീരിയൻസുകളെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. എൻ്റെ കൂടെ പറഞ്ഞ ഉയർച്ച തന്നെ ആമേൻ. പ്രാപിക്കത്തുള്ളൂ എന്ന് പറ. ഞാൻ ഉയർച്ച തന്നെ പ്രാപിക്കത്തുള്ളൂ. ഇനി കേട്ടോണം. പരിശുദ്ധാത്മാവ് തരുന്ന വിശ്വാസത്തിൽ എങ്ങനെ നടക്കണമെന്ന് നിങ്ങൾക്ക് സംശയമുണ്ട്. ഇപ്പം നമ്മൾ കുറേ വചനം കേൾക്കുന്നുണ്ട്. കുറേ വചനം കേട്ടിട്ടും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വചനപ്രകാരം ഒന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വിശ്വാസം തരുന്ന ആത്മാവിന് കുഴപ്പമുണ്ടായിട്ടോ വചനത്തിന് കുഴപ്പമുണ്ടായിട്ടോ അല്ല, ആടായ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുകയാണ്. ആട് എന്തുകൊണ്ട് നടക്കുന്നില്ല എന്നതിൻ്റെ ഉത്തരവാണ് കേട്ട് നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല. കേട്ടത് പറയുമ്പോൾ എന്താണ് സംശയിക്കുന്നത് വെച്ചാൽ, ദൈവവചനം പരിശുദ്ധാത്മാവ് എന്നെ കേൾപ്പിക്കുന്നത് എനിക്ക് വിശ്വാസം ഉണ്ടാകാനാണ്. ആമേൻ. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഉദാഹരണമായിട്ട് പറയാം, യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു വചനം നിങ്ങൾ എവിടുന്നേലും കേൾക്കുവാന്ന് വിചാരിച്ചു. എവിടുന്നേലും നിങ്ങൾ കേട്ടു. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു സഹോദരി പണ്ട് സഹോദരി ഉറക്കം തൂങ്ങി വന്ന് ഒരു സഹോദരി പ്രാർത്ഥനയ്ക്ക് വന്ന് വളരെ ക്ഷീണിച്ച അവശയായിട്ടാണ്. പുള്ളിക്കാരി എന്തോ ഒരു അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുവാണ്. ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു സഹോദരിയാണ്. ആരാണ്ട് നിർബന്ധിച്ചൊരു പ്രാർത്ഥനയ്ക്ക് വന്നത്. കേട്ടതൊരറ്റവും ഒരു മുറിയോ കേട്ടത്, യേശു ലാസറിനെ ഉയർപ്പിക്കും. ആ ഒറ്റ വാക്കേൽ തൻ്റെ പിതാവ് വെന്റിലേറ്ററിൽ കിടക്കുന്ന, ഐസിയുവിൽ കിടക്കുന്ന പേഷ്യൻ്റെ കിടക്കുന്ന ആ പിതാവ് യേശുവിലേക്ക് സൗഖ്യമായി വരുവാൻ ഒറ്റ വാക്ക് മകളെ ബലപ്പെടുത്തി. ആ യേശു ആ വചനം പരിശുദ്ധാത്മാവ് ആ വചനം കേൾപ്പിച്ചിട്ട് ആ സഹോദരി കറക്റ്റ് സമയത്ത് ആ വചനത്തിലെടുത്ത് ഉപയോഗിച്ചു. അപ്പോൾ നമ്മൾ ഈ കർത്താവ് ഈ വചനം കേൾപ്പിക്കുമ്പോൾ, വചനം കേട്ട് കൈയടിച്ച് ആമേൻ പറഞ്ഞാൽ അത് ആകത്തില്ല, പകരം അത് ഏറ്റെടുക്കും നമ്മൾ. പക്ഷെ ആ വചനത്തിൽ എനിക്ക് നടക്കണമെങ്കിൽ പൗലോസ്ലീഹ പറഞ്ഞ വചനം ശ്രദ്ധിച്ചോണം. ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. കേട്ടെ, ഞാൻ കേട്ടു. ഇനി അങ്ങനെ പറയാം, ഞാൻ കേട്ടു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. ഇനി വിശ്വാസത്തിൻ്റെ ആത്മാവ് എനിക്കുള്ളതിനാൽ ഞാൻ വിശ്വസിച്ചു, അതുകൊണ്ട് ഞാൻ സംസാരിച്ചു. അതിൻ്റെ അർത്ഥം വിശ്വാസത്തിൻ്റെ ആത്മാവ് എന്നെ കേൾപ്പിച്ചു, അതിലൂടെ എനിക്ക് വിശ്വാസമുണ്ടായി. ആ വിശ്വാസം ഞാൻ സംസാരിക്കാൻ തുടങ്ങി. ആമേൻ. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ എന്താണ് വ്യത്യാസം എന്ന് ഞാൻ പറഞ്ഞു തരാം. സംസാരിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ മൂവ് ചെയ്യുവാൻ തുടങ്ങും. ഞാൻ ഈ ആടിനെയായിട്ട് കമ്പയർ ചെയ്യാം. ഇടയൻ്റെ ശബ്ദം കേട്ട ഉടനെ ആടുകൾ ഇടയനെ ഫോളോ ചെയ്യാൻ തുടങ്ങും. ഇടയൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? 23-ാം സങ്കീർത്തന പ്രകാരം പച്ചയായ പുൽപ്പുറങ്ങളിലേക്ക് കൊണ്ടുപോകും. കണ്ടോ? അപ്പം പച്ചയായ പുൽപ്പുറങ്ങളിലേക്കാണ് ആര് കൊണ്ടുപോകുന്നത്? ഇടയൻ കൊണ്ടുപോകുന്നത് മരുഭൂമിയിലേക്കല്ല, ഇടയൻ കൊണ്ടുപോകുന്നത് പച്ചയായ പുൽപ്പുറങ്ങളിലേക്കും സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്കുമാണ്. അപ്പോൾ അപ്പം നിങ്ങൾ ഈ വചനം കേട്ട് നിങ്ങൾ ഏറ്റു പറയാൻ പോകുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ പച്ചപ്പുണ്ടാകും. അതായത് ഒരാടിന് വേണ്ടത് പച്ചയായ ഇലകളാണെങ്കിൽ ഒരു മനുഷ്യന് വേണ്ട സകല നന്മയിലേക്കും നിങ്ങൾ പറയുന്ന വചനം നിങ്ങളെ തള്ളിക്കൊണ്ടു പോകും. ആമേൻ. മനസ്സിലാകുന്നുണ്ടോ? അതുകൊണ്ടാണ് കർത്താവ് അടുത്ത വാക്യത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, അന്യന്മാരുടെ ശബ്ദം. അന്യന്മാരെന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ പറയാം, ഈ ആടുകളോട് വന്ന് സംസാരിക്കുന്ന അന്യന്മാർ ആരായിരിക്കും? ശരിക്കും പറഞ്ഞാൽ ആരായിരിക്കും? നമുക്ക് ആടിലോട്ട് തന്നെ പോകാം. ഞാൻ പെട്ടെന്ന് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി നീണ്ടുപോയായിരുന്നു. ആടുകളോട് വന്ന് സംസാരിക്കുന്ന ഈ അന്യന്മാരായിരിക്കും? ബിസിനസ്സുകാർ വന്ന് ആളോട് സംസാരിക്കുമോ? കള്ളന്മാര്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പം ഈ ആടിൻ്റെ അടുത്ത് വന്നിട്ട് ആരെങ്കിലും കൃഷിപ്പണിക്കാരൻ വന്ന് ആടിനോട് സംസാരിക്കുമോ? ഇടയനല്ലാത്ത. ഒന്നുകൂടെ ഞാൻ പറയാം, ആടുകളുടെ അടുക്കലേക്ക് ആടുകളെ കൺഫ്യൂഷൻ ആക്കുന്ന രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ള ആൾക്കാരായിരിക്കും? കള്ള ഇടയന്മാർ.
അത് തന്നെ യേശു പറഞ്ഞ ഉദാഹരണത്തിൽ തന്നെ ഉണ്ട്, ഇടയന്റെ വേഷം കെട്ടി വരുന്നയാൾ. അപ്പൊ അതിന്റെ അർത്ഥം വരുന്നത് ആരായിരിക്കും? ഇടയന്റെ രൂപത്തിൽ തന്നെ വരുന്നവരാണ്. ശ്രദ്ധിച്ചോണം. അതുകൊണ്ടാണ് യേശു പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോണം, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവയ്ക്ക് മുമ്പായി നടക്കുന്ന ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന അന്യന്മാരെന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് സൗണ്ട് മൈക്ക് മ്യൂട്ട് ചെയ്തേ. അന്യന്മാരെന്ന് പറഞ്ഞാൽ ആടുകളുടെ ശബ്ദത്തിന്റെ അതായത് ഇടയന്റെ അതേപോലെ ഇമിറ്റേറ്റ് ചെയ്യാൻ വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എല്ലാ വചനവും കേൾക്കാൻ വേണ്ടി ആമേൻ പറയാൻ പോയിരിക്കരുത്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, ചെണ്ടപ്പുറത്ത് നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ, എങ്ങനെയാ പഴഞ്ചൊല്ല് മറന്നുപോയി ഞാൻ. ചെണ്ടപ്പുറത്ത് കോലി വെക്കുന്നിടത്തൊന്നും എന്ത് ചെയ്യരുത്? ചെണ്ടപ്പുറത്ത് കോല് വെക്കുന്ന എല്ലായിടത്തും പോകരുതെന്ന്. ശ്രദ്ധിച്ചോണം, ഈ വചനം കേട്ടോണം. എങ്കിലും എനിക്ക് മുമ്പേ വന്നവരൊക്കെയും കള്ളന്മാരും കവർച്ചക്കാരും ആകുന്നു അത്രേ, ആടുകളോ അവരുടെ ശബ്ദം കേട്ടില്ല. ശ്രദ്ധിച്ചോണം, ആടുകളോ അവരുടെ ശബ്ദം കേട്ടില്ല. ഇനി 10-ാം വാക്യത്തിൽ പറയുന്നു, മോഷ്ടിപ്പാനും അറപ്പാനും കള്ളൻ വരുന്നു, നല്ല ഇടയൻ. ശ്രദ്ധിച്ച, ഞാനോ നല്ല ഇടയനാകുന്നു. അടുത്ത വാക്യത്തിൽ പറയുന്നു, ഇടയനും ആടുകളുടെ ഉടമസ്ഥനും അല്ലാത്ത കൂലിക്കാരൻ വന്ന്. അപ്പൊ ഇവിടെ നോക്കിയേ, അവൻ കൂലിക്കാരനും ആടുകളെ കുറിച്ച് വിചാരമില്ലാത്തവനുമാകുന്നു. ഇവിടെ എല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യേശുവിൻ്റെ വചനത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന പ്രസംഗങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ അതിൻ്റെ കൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് പച്ചപ്പിലേക്ക് പോകാൻ പറ്റത്തില്ല, സ്വസ്ഥതയിലേക്ക് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ, വചനം കേൾക്കുമ്പോൾ നമുക്ക് ഇറിറ്റേഷനോ അസമാധാനക്കേടോ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ വ്യാഖ്യാനം തെറ്റാണ്. വ്യാഖ്യാനം തെറ്റാന്നുള്ളതല്ല, പരിശുദ്ധാത്മാവിലുള്ള വ്യാഖ്യാനമല്ല. അത് നിങ്ങൾ ഏറ്റു പറയാൻ തുടങ്ങിയാൽ നിങ്ങൾക്ക് പച്ചപ്പിലേക്ക് പോകത്തില്ല. അപ്പൊ ബ്രദറെ, വചനമല്ലേ അതും? വചനമാണത്. വചനത്തിൻ്റെ വ്യാഖ്യാനം എന്ത് ചെയ്യണം? പ്രധാനപ്പെട്ടതാണ്. ഇപ്പം നിങ്ങൾക്ക് ഉദാഹരണം പറഞ്ഞാൽ, യേശു പല ഉദാഹരണവും പറയുന്നുണ്ട്. കർത്താവ് വന്ന് നമുക്ക് പെട്ടെന്ന് പിടികിട്ടാത്ത ചില ഉദാഹരണങ്ങൾ ശിഷ്യന്മാർ പറയുന്നുണ്ട്. കുറച്ച് ഗോതമ്പ് എടുത്ത് കർത്താവ് പാറമേലിട്ടിട്ട് പറഞ്ഞു, മുള്ളിന്മേലിട്ടിട്ട് പറഞ്ഞു. എന്നിട്ട് കർത്താവ് പറഞ്ഞു, ചില വിത്തുകൾ മുള്ളിനിടയിൽ വീണു, പാറമേൽ വീണു എന്നൊക്കെ പറയുമ്പോൾ ശിഷ്യന്മാർ വന്നിട്ട് പറയും, കർത്താവ് ഞങ്ങൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോൾ കർത്താവ് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെ ഗോതമ്പ് എങ്ങനെ കൃഷി ചെയ്യാന്നുള്ള ക്ലാസ് ആണോ? അല്ല, ആണോ? എങ്ങനെ ഗോതമ്പ് കൃഷി ചെയ്യാം എന്ന ക്ലാസ് ആണോ? അല്ല. അപ്പം ഞാൻ വന്നിട്ട് പറയുകയാണ്, യേശു പഠിപ്പിക്കുന്നു എങ്ങനെ ഗോതമ്പ് കൃഷി ചെയ്യാം. നല്ല നിലത്ത് മാത്രമേ ഇടാവുള്ളൂ. പാറയെ കൊണ്ടുവന്ന് ഗോതമ്പ് കൃഷി ചെയ്താൽ മുളയ്ക്കത്തില്ല, മുള്ളിനിടയിലിട്ടാൽ മുളയ്ക്കത്തില്ല. അപ്പോൾ കർത്താവ് ഉദ്ദേശിക്കുന്നത് ഗോതമ്പ് എങ്ങനെ കൃഷി ചെയ്യണം എന്നുള്ളതല്ല. അതുകൊണ്ടാണ് ശിഷ്യന്മാർക്ക് പെട്ടെന്ന് ഇത് കേട്ടിട്ട് പിടികിട്ടിയില്ല. അവർ വന്നു വെച്ചു, കർത്താവ് ഞങ്ങൾക്കിത് മനസ്സിലായില്ല. അപ്പോൾ യേശു അതിനെ വ്യാഖ്യാനിച്ചു കൊടുക്കുകയാണ്. ഇപ്പം മനസ്സിലായോ? യേശു ആ വചനത്തെ വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് പറയാണ്, വിത്ത് എന്നുള്ളത് വചനം, നിലവെന്നുള്ളത് ഹൃദയം, മുള്ളെന്നുള്ളത് പറയുന്നത് നിങ്ങൾ വചനം കേട്ടിട്ട് പ്രതിസന്ധികൾ വരുമ്പോൾ അതിനെ ഞെരിക്കുമ്പോൾ. കണ്ടോ ആ വ്യാഖ്യാനം യേശു പറഞ്ഞു കൊടുക്കുന്നത്? കണ്ടോ? വചനം കറക്റ്റായിട്ട് ആത്മാവിൽ വ്യാഖ്യാനിക്കുന്നില്ലെങ്കിൽ അതെന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളിൽ അതും വിശ്വാസമായിട്ട് കയറും. അത് നിങ്ങൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ വ്യാഖ്യാനം തെറ്റാണെങ്കിൽ അത് നിങ്ങളെ എന്ത് ചെയ്യും? ആ വ്യാഖ്യാനം തെറ്റായതുകൊണ്ട് നന്മയിലേക്ക് പോകാതെ പകരം തിന്മയിലേക്ക് നിങ്ങളെ കൊണ്ടുപോയി. അതുകൊണ്ടാണ് വചനം കേട്ട് നിങ്ങളെ തന്നെ ചതിക്കുന്നവരാകരുതെന്ന് ബൈബിൾ പറയാൻ കാരണം. എൻ്റെ കൂടെ രാമേൻ പറഞ്ഞേ. ആമേൻ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. അപ്പൊ ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ഉറപ്പിച്ചോണം, കേട്ട വചനത്തെ പറയാൻ തുടങ്ങിയാൽ. അപ്പൊ ബ്രദറെ, ഞാൻ പറയുന്നുണ്ട് എന്ന് നമ്മൾ പലപ്പോഴും പറയും. എന്നോട് പലരും പറയുന്ന ഒരു വാക്കാ, ബ്രദറെ ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്. നിരാശയോടെ പറയുന്നു, ഞാൻ വചനമൊക്കെ പറയുന്നുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ചോണം, ആ വചനം കേൾപ്പിച്ചത് എന്തിനാന്ന് വെച്ചാൽ അത് കേട്ടാലേ നമുക്കകത്ത് വിശ്വാസം വരത്തുള്ളൂ. ഇനി ആ വിശ്വാസം നമ്മളിൽ പ്രവർത്തിക്കണമെങ്കിൽ നിങ്ങൾ പറയണം. അപ്പൊ ഞാൻ എന്തിനാ ഇത് പറയുന്നതെന്ന് ചോദിച്ചാൽ കേട്ടത് പ്രവർത്തിക്കാനാ. ആമേൻ. ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. നമ്മളൊക്കെ ഞാൻ നിൽക്കുന്ന നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. ഇപ്പം ഈ റെഡി മിക്സ് എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടുണ്ടോ? ഈ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുന്ന ഇപ്പോൾ ഒരു പരിപാടിയുണ്ട്. നിങ്ങളുടെ വീട്ടിൽ അങ്ങനെ ഉപയോഗിക്കുന്നതാണോ, അതോ നിങ്ങൾ ഇപ്പോഴും കല്ലയിലൊക്കെ അരച്ചാണോ? എങ്ങനെ റെഡി മിക്സ് കണ്ട എത്ര പേരുണ്ട്? ഇപ്പോഴത്തെ പരിപാടിയാണ് റെഡി മിക്സ് ഉള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കിയാൽ പാലപ്പം ഉണ്ടാക്കാനും അപ്പം ഉണ്ടാക്കാനും ഒക്കെ റെഡി മിക്സാണ് ഉപയോഗിക്കുന്നത്. അത് നമുക്ക് എന്നാ പിടിച്ചോ പാലപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഫോട്ടോയുണ്ട്, പാലപ്പത്തിൻ്റെ അപ്പത്തിൻ്റെ ഒക്കെ ഒരു ഫോട്ടോയുണ്ട്. പക്ഷെ കടക്കാരൻ നമുക്ക് തരുന്നൊരു പാക്കറ്റിൽ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു മാവ. അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് അത് കലക്കി അത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുവാണ്, അതിനെ നമുക്ക് കഴിക്കാവുന്ന ഭാഗത്തിലേക്ക് മാറ്റുക.
നിങ്ങൾ ഓടിക്കൊണ്ടുവന്ന ഉടനെ ഇത് പാലപ്പത്തിൻ്റെ മിക്സാന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പാത്രത്തിലോട്ട് കൊണ്ടുവച്ചിട്ട് അതിൻ്റെ കൂടെ എന്തെങ്കിലും കറി ഒഴിച്ച് കഴിക്കാൻ പറ്റുമോ? ഇല്ല. ഇല്ല. ഇതേപോലെ തന്നെ കർത്താവ് നമുക്ക് വിശ്വാസം തരുന്നത്, വിശ്വാസത്തിൻ്റെ ആത്മാവ് നമ്മളെ ആദ്യം കേൾപ്പിക്കും. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ കിടന്നത് മിക്സായിട്ട്, നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ചിന്തകളും നിങ്ങളുടെ ഹൃദയവും ഇതുമെല്ലാമായിട്ട് ഈ വചനം മിക്സായിട്ട് അതിനെ പുറത്തേക്ക് നിങ്ങൾ തള്ളുമ്പോൾ, ആ വചനം നിങ്ങൾ പുറത്തേക്ക് പറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, കേട്ട വചനം, വിശ്വാസ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവൃത്തി തലത്തിലേക്ക് ഇറങ്ങി വരും. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞേക്കുന്നത്, കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞങ്ങൾ നടക്കുന്നത്. അടുത്ത വാക്യത്തിൽ പൗലോസ് ലീഗ വീണ്ടും പറയുന്നുണ്ട്, ഞാൻ വിശ്വസിച്ചു അതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. ഈ ദിവസങ്ങളിൽ എന്താണ് സംസാരിക്കേണ്ടതെന്ന് വെച്ചാൽ, എൻ്റെ കർത്താവെ എന്നെ രക്ഷപ്പെടുത്തണേ എന്നല്ല സംസാരിക്കേണ്ടത്. എന്താണോ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത് അത് കേട്ടെങ്കിൽ അത് പറഞ്ഞുകൊണ്ടിരിക്കുക. മനസ്സിൽ സംശയം വരും. നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മളെ പലതും കൊണ്ടേ കാണിക്കും. യേശുവിനെ പിശാച് കൊണ്ടുവന്ന് പലതും കാണിച്ചതുപോലെ പലതും കൊണ്ടേ കാണിക്കും. ശരിയാകാത്ത പല വിഷയങ്ങളും കൊണ്ട് നമ്മളെ കാണിക്കും. ഇത് എപ്പോൾ ശരിയാകും, എപ്പോൾ നേരെയാകും, ഇങ്ങനെയാണെങ്കിൽ നിന്റെ അതേ അവസ്ഥ തന്നെ വന്നയാൾ ഏതാണ്ട് ഇപ്പം മരിക്കാൻ കിടക്കുക, നിന്റെ അതേ അവസ്ഥയിലൂടെ കടന്നേ പോയ ആളിപ്പോൾ ദേണ്ട തകർന്ന് അരിപ്പടമായിരിക്കുക. ഇങ്ങനെ പലതും നമ്മളെ കാണിക്കുമ്പോൾ നമ്മൾ അറിയാതെ എന്ത് ചെയ്യുന്ന, എൻ്റെ ദൈവമേ നമ്മൾ വിളിക്കരുത്, പകരം യേശുവിൽ നിന്ന് കേട്ടത് പറയണം. ഇല്ലില്ലില്ല, കർത്താവിൻ്റെ വചനം പറഞ്ഞ് ഒരു നാളും നശിക്കത്തില്ല, കർത്താവിൻ്റെ വചനം പറഞ്ഞ് ഞാൻ അനുഗ്രഹമായി തീരും എന്ന് നിങ്ങൾ ഏറ്റു പറഞ്ഞെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ട വചനം വിശ്വാസമായി മാറുകയുള്ളൂ. ഒരു വാക്കുകൂടെ പറഞ്ഞ് ഞാൻ നമുക്ക് അവസാനിപ്പിക്കാം. ഈ എബ്രായ ലേഖനത്തിൽ ഒരു വാക്കുണ്ട്, ഞങ്ങൾക്കത് അതും കൂടെ കാണിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഒരുമിച്ച്. സന്തോഷമുണ്ടോ മുന്നോട്ട് പോകാൻ? ആമേൻ. 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 ക്ഷീണിച്ചോ? ഉണ്ട്, തീർച്ചയായും. ക്ഷീണിച്ചോ നിങ്ങൾ? ഇല്ല ഇല്ല. ഇല്ല. ഞാൻ ഇല്ല. ഒരു കാര്യം കൂടെ കാണിച്ചിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈ ഒരു വാക്യം നിങ്ങൾ നോക്കിയാൽ മതി. ബ്രദറെ, ഇവിടെ നിങ്ങൾ നോക്കിയോണം, ഒരു കേൾപ്പിച്ചോണം. കാര്യം. പറഞ്ഞു. അതെ, ചിലപ്പോ ഇപ്പോ ഹസ്ബൻഡിന് ഡയാലിസിസിന് കൊണ്ടുപോകും. അതുകൊണ്ട് എനിക്ക് പ്രയറിൽ ചേരാൻ പറ്റില്ല. ഇപ്പൊ ചിലപ്പോ സിസ്റ്റർമാർ വന്ന് കൊണ്ടുപോകും. അപ്പൊ പ്രത്യേകം ഡയാലിസിസിൽ ഒരു കുഴപ്പമില്ലാണ്ട് വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പിന്നെ എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട്. ഞാനൊരു 3-4 വർഷമായി ഞാന് ബ്രദറിന്റെ ഈ വചനമൊക്കെ കേൾക്കാറ്. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു, 2 മക്കള് തമ്മിൽ വളരെ സ്നേഹത്തിലായിരുന്നു. പിന്നെ അവര് തമ്മിൽ സംസാരിക്കാറില്ല, ഭയങ്കര വൈരാഗ്യ ബുദ്ധിയോട് ജീവിക്കുന്ന ദുബായിലാണ് അവര്. ഇപ്പോ ഡാഡിക്ക് ഈ അസുഖം വന്നു. അത് ദൈവം എന്താ പറയാ, നമുക്ക് എന്ത് വരുത്തുന്നത് നല്ലതിനാണെന്നുള്ളത് ഞാനിപ്പോ വിശ്വസിക്കുന്നു. അതിന് കുറെ നാളായി ഞാൻ ഇവര് തമ്മിൽ സംസാരിക്കണില്ല, അവര് തമ്മിൽ ഭയങ്കര ശത്രുതയിലായിരുന്നു. അപ്പൊ ഇന്നലെ അനിയൻ ചേട്ടന്റെ വീട്ടിൽ പോയി, സന്തോഷമായിട്ട് അവര് പിരിഞ്ഞപ്പോ ഇന്ന് മോന്റെ ബർത്ത്ഡേ ആണ്. അവർ രണ്ടുപേരും കൂടി ഒന്നിച്ചൊരു വീട്ടിൽ കഴിയണു. അപ്പൊ അതിൽ ഞാൻ ദൈവത്തിനോട് വളരെയധികം നന്ദി പറയണു. പിന്നെ ഡാഡിക്ക് ഈ അസുഖം വരുത്തി ദൈവം ഇങ്ങനെ ഒരു എന്താ പറയാ, ആൾക്ക് പൊട്ടാസ്യം സോഡിയം കുറഞ്ഞു. അപ്പൊ ക്രിയാറ്റിൻ കൂടി. അപ്പൊ ഡയാലിസിന് കയറ്റി. അപ്പൊ അത് ദൈവം അങ്ങനെ വരുത്തി വെച്ചത് കൊണ്ട് മാത്രം അപ്പൊ എന്തും സഹിക്കാനുള്ള മനസ്സ് എനിക്കുണ്ട്. പക്ഷെ ദൈവം നമുക്ക് ഒരു കാരണമാക്കിയത് ഇതാണ്, ഡാഡിയുടെ ഈ അസുഖം. അതുകൊണ്ട് മക്കൾ രണ്ടുപേരും ഒന്നിച്ചു, ഡാഡി സുഖം പ്രാപിച്ചു വരുന്നു. അതിനുവേണ്ടി പ്രത്യേകം ഒന്ന് പ്രാർത്ഥിക്കണം. പക്ഷെ ദൈവത്തിനോട് ഞാൻ കോടാനുകോടി നന്ദി പറയുന്നു. പ്രാർത്ഥിച്ച ബ്രദറിനോടും നമ്മുടെ ഈ കൂട്ടായ്മയോടും പ്രത്യേകം നന്ദി പറയുന്നു. തീർച്ചയായിട്ടും പ്രിയ ഞാൻ ആൻറ്റി പറഞ്ഞത് തന്നെ വലിയൊരു പെട്ടെന്ന് അവര് ചിലപ്പോ ഡയാലിസിന് പോകുന്നും പറഞ്ഞിട്ട് കാത്തിരിക്കുകയായിരുന്നു. ഞാൻ ചിലപ്പോ ഇത് എനിക്ക് പറയാൻ തീർച്ചയായും സാധിച്ചില്ലെങ്കിലും അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ് ബ്രദർ. ഓക്കെ. തീർച്ചയായും പ്രിയ ആൻറ്റി പറഞ്ഞ പോലെ തന്നെ 2 കാര്യങ്ങളാണ്. ഒന്ന് വലിയൊരു പ്രാർത്ഥന വിഷയമായിരുന്നു. എന്നോട് എപ്പോഴും പറയുന്ന ഒരു പ്രാർത്ഥന വിഷയമായിരുന്നു. തലമുറകൾ തമ്മിൽ ചേരാതെ ഒരു പറഞ്ഞ പോലെ തന്നെ ശത്രുത പോലെയായിരുന്നു. എന്നാൽ കർത്താവ് ആ വലിയൊരു പ്രാർത്ഥനാ വിഷയം തന്നെയായിരുന്നു. അവർ പരസ്പരം ആരും ഒന്നും ചെയ്യാതെ തന്നെ പരസ്പരം അവരെല്ലാം ചേരാൻ ഇടയായി തീർന്നു. രണ്ടാമത് ആൻറ്റി പറഞ്ഞു, അസുഖത്തിൻ്റെ കാര്യം പറഞ്ഞു. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, ശരിയാണ്, അസുഖം വന്നു. പക്ഷേ അസുഖത്തിൻ്റെ മേൽ നമുക്ക് ജയമുണ്ട്, രോഗത്തിൻ്റെ മേൽ നമുക്ക് ജയമുണ്ട്. ആ രോഗം കർത്താവ് അത്ഭുതം ചെയ്യും. ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, യേശുവിൻ്റെ ആഗ്രഹം ഞാൻ രോഗിയാകുന്നതല്ല, യേശുവിൻ്റെ ആഗ്രഹം, യേശുവിൻ്റെ മുറിവിൽ ഞാൻ ദിവ്യ ആരോഗ്യത്തോടെ ഇരിക്കുന്നതാണ്. അതുകൊണ്ട് പിതാവിനെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു, യേശുവിൻ്റെ നാമത്തിൽ
കർത്താവെ, ഇന്ന് ആ മക്കൾ അനുകൂലമാക്കിയ ദൈവം, അവരെ ഒരുമിച്ച ദൈവം, ആ പിതാവിനോട് ഒരുമിച്ചിരുന്ന് കുടുംബത്തിൽ സന്തോഷത്തോടെ ഇരിക്കുവാൻ, സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. ഇതിനിടയിൽ പ്രിയാൻ്റെ പോകുന്നതുകൊണ്ടാണ് ആ സാക്ഷ്യം പറഞ്ഞത്. നിങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഒരുമിച്ച് ശത്രുത മാറ്റി അനുകൂലമാക്കിയ ദൈവം ഈ 3 വർഷമായിട്ട് നടക്കാത്ത ദൈവം ചെയ്തുവെങ്കിൽ ആ പ്രിയ പിതാവിനെ സൗഖ്യമാക്കി ആ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുവാൻ കഴിയും ദൈവത്തിന്. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ആമേൻ. കർത്താവ് ആമേൻ. അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അടുത്ത ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ചോണം. അതുകൊണ്ട് ചിലർ അതിൽ പ്രവേശിക്കാൻ ഇടവന്നില്ല. കേട്ടത് അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാൽ കേട്ടത് അവർക്ക് അനുസരണക്കേട് നിമിത്തം പ്രവേശിക്കാതെ പോകയാൽ ഇത്ര കാലത്തേക്ക് ശേഷം ദാവീദ് മുഖാന്തരം ഇത് അവൻ്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഹൃദയം കഠിനമാക്കരുത് എന്ന് മുമ്പേ പറഞ്ഞതുപോലെ ഏതൊരു ദിവസവും നമുക്ക് നിശ്ചയമാണ്. അപ്പോൾ ഈ വചനം ശ്രദ്ധിച്ചോണം. പഴയ നിയമത്തിലെ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. കേട്ടത്, മറ്റൊരു സ്ഥലത്ത് പറയുന്നത് കേട്ടത് അവർക്ക് വിശ്വാസമായി വന്നില്ല. ഹല്ലേലൂയ. അപ്പൊ കേട്ട വചനം വിശ്വാസമായി വരാത്തതിന്റെ കാരണം മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനത്തിന് എന്താ പറ്റിയത്? ആർക്കെങ്കിലും അറിയാവോ? അവർ കേട്ടത് എന്തുകൊണ്ടാണ് അവർക്ക് അനുസരിക്കാൻ പറ്റാത്തത്? രണ്ടാം വാക്യമാണ് ഞാനിപ്പോൾ കാണിക്കുക. 2-ാം വാക്യമാണ്. നാമും അവരെ പോലെ സദ്വർത്തമാനം കേട്ടവരാകുന്നു, എങ്കിലും കേട്ടവരിൽ അത് വിശ്വാസമായി പരിണമിക്കാത്തത് കൊണ്ട് കേട്ട വചനം അവർക്ക് ഉപകാരം വന്നില്ല. എന്തായിരിക്കും കാരണം? അവർക്ക് ആ വചനം ഉപകാരപ്പെടാത്തതിന്റെ കാരണം എന്തുവാ? അവരത് പറഞ്ഞു. അത് തന്നെ ഉത്തരം ജോളി ബദർ പറഞ്ഞ പോലെ തന്നെ അവര് പറഞ്ഞത് എന്തുവാ? അവര് കേട്ടതല്ല പറഞ്ഞത്. പിന്നെ എന്നാ അവര് പറഞ്ഞത്? അവര് കേട്ടതിന് വിരുദ്ധമായിട്ട് പറഞ്ഞു. കേട്ടതിന് വിരുദ്ധമായിട്ട് അവർ പറഞ്ഞു. നമ്മൾ പഴയ നിയമത്തിൽ കഴിഞ്ഞ പ്രാവശ്യം കേട്ടപ്പോൾ അവർ പറഞ്ഞിരുന്നു, അവരെ ദൈവം അവരെ കേൾപ്പിച്ചു, നിനക്കൊരു കനാൻ ദേശം ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ വഴി ഇറങ്ങിയപ്പോൾ പോലെ അവർ പറയുകയാണ്, ഇതിലും ഭേദം ഫറവോന്റെ അടിമയായിരുന്നു, ഇതിലും ഭേദം ഫറവോന്റെ എച്ചിൽ പാത്രങ്ങളായിരുന്നു, ഇതിലും ഭേദം എന്ത് ചെയ്യായിരുന്നു? മരുഭൂമി കിടന്നാൽ മതിയായിരുന്നു, ഇതിലും ഭേദം. അവർ കേട്ടതല്ല പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കത് വിശ്വാസമായി മാറിയിട്ടില്ല. പകരം അവർക്ക് എന്തു പറ്റി? അവർക്കത് വിരോധമായി മാറി. എന്നാൽ കേട്ടത് പറഞ്ഞ യോശുവയും കാലേബും കൂട്ടരും എന്ത് ചെയ്തു? കനാൻ ദേശം അവകാശമാക്കി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ദിവസങ്ങളിൽ കേട്ട വചനം പ്രയോജനപ്പെടണമെങ്കിൽ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ട ജനം എന്ത് ചെയ്തു? ദൈവത്തിനെതിരെ പറയുക. നമ്മൾ അവിശ്വാസം പറയുമ്പോൾ ദൈവത്തിനെതിരെ പറയുക. ശ്രദ്ധിച്ചോണം. ഇതൊന്നും നടക്കാൻ പോകുന്നില്ല, നമ്മൾ ദൈവത്തെ കുറ്റം പറയുക. അങ്ങനെ വായിന്ന് അബദ്ധവശാൽ വരുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ ഏറ്റുപറ, കർത്താവ് എന്നോട് ക്ഷമിക്കണം, പരിശുദ്ധാത്മാവേ ഞാൻ അറിയാതെ പറഞ്ഞു പോയത്, എന്നോട് ക്ഷമിക്കണം എന്നും പറഞ്ഞ് 10 പ്രാവശ്യം വിശ്വാസത്തിന്റെ വാക്ക് പറഞ്ഞോണം. കാരണം കേട്ട വചനം നിങ്ങൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ അത് പുറത്തേക്ക് വരണം. ആമേ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വൻ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. തുടർമാനമായിട്ട് നമുക്ക് ഈ വചന ചിന്തകളെ കേൾക്കാം. എത്രയൊക്കെ സന്തോഷമുണ്ട് ഈ വചനം കേൾക്കുന്നതിൽ. വെരി ഗുഡ്. എനിക്ക് ആമേൻ. ആമേൻ. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രയോജനപ്പെടണം. നമ്മൾ വെറുതെ ഒരു ചടങ്ങായിട്ടല്ല നമ്മുടെ സ്ഥിതി മാറും. നമ്മളെ കാണുന്ന, നമ്മുടെ ഏത് നാട്ടിലാണെങ്കിലും നമ്മളെ കാണുന്നവർ പഴയ നിയമത്തിൽ അബ്രഹാമിനെ കണ്ട് ഞെട്ടുക മാത്രമല്ല, നിങ്ങളെ ഓരോരുത്തരെയും കാണുന്നവർ അതിശയിക്കും, ഇവരിൽ യേശുവുണ്ട്. വിശ്വാസി എന്ന് പറഞ്ഞാൽ ദൈവത്താൽ നടക്കുന്ന വ്യക്തിയാണ്. നിങ്ങളെ കാണുന്ന ആൾക്കാർ നിങ്ങൾ പറയണം ഞാനൊരു വിശ്വാസിയാണ് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കുഴപ്പം. നമ്മുടെ ഏറ്റവും വലിയ നാണക്കേടെന്ന് പറഞ്ഞാൽ ഞാനൊരു വിശ്വാസിയാണെന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നു, പക്ഷേ എന്നെ കാണുന്നവർ പറയണം ഇവനിൽ ദൈവമുണ്ട്, ഇവനിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്, ഈ വ്യക്തിയുടെ ജീവിതത്തിൽ യേശു ഉണ്ടെന്ന് നമ്മളെപ്പറ്റി മറ്റുള്ളവർ പറയുന്നതാണ് വിശ്വാസികൾ. ആമേൻ. അപ്പോസ്തലന്മാരെ നോക്കിയിട്ട് നാട്ടുകാർ പറഞ്ഞു, ഇവർ പഠിപ്പില്ലാത്ത ഒരു സാമാന്യ മനുഷ്യരെന്ന് അവർ ആശ്ചര്യപ്പെട്ടു, ഇവരിൽ എന്തോ പ്രത്യേകതയുണ്ട്. മനസ്സിലാകുന്നുണ്ടോ? അവർ പരിചയപ്പെടുത്തിയില്ല ഞങ്ങൾ ഭയങ്കര ആൾക്കാരാന്നല്ല പരിചയപ്പെടുത്തിയത്, അവരിലൂടെ നടക്കുന്ന പ്രവൃത്തി കണ്ട് നാട്ടുകാർ പറയാൻ തുടങ്ങി ഇവരിൽ യേശുവുണ്ട്. ആമേൻ. അങ്ങനെയെങ്കിൽ നമ്മളെ കാണുന്നവർ പറയണം ഇവരിൽ യേശുവുണ്ട്, ഇവരിൽ ദൈവം പ്രവർത്തിക്കുന്നുണ്ട്. അതാണ് ഈ ദിവസങ്ങളിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. കർത്താവ് നമ്മളെ സഹായിക്കും, ദൈവം നമ്മളെ ബലപ്പെടുത്തും. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ദൈവം ചെയ്ത എല്ലാ പ്രവൃത്തികൾക്കുമായി നന്ദി പറയുന്നു, കർത്താവ് ചെയ്ത സാക്ഷ്യങ്ങൾക്കായി നന്ദി പറയുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകാം. ഈ സമയത്ത് ആർക്കെങ്കിലും സാക്ഷ്യങ്ങൾ പറയാനുണ്ടെങ്കിൽ നമുക്ക് പറയാം. വേഗത്തിൽ പറഞ്ഞാട്ടെ. ഉള്ളവരാരെങ്കിലും ഉണ്ടെ പറഞ്ഞാട്ടെ. ഒട്ടുമിക്കവാറും ഞാൻ പുറത്തു പോകുമ്പോ വായിക്കേണ്ട വചനമാണ് സങ്കീർത്തനം 23 പച്ചവയ പുൽത്തറയിൽ. അത് സ്ഥിരമായിട്ട് വായിക്കേണ്ട വചനമാണ്. അത് ബ്രദർ
തീർച്ചയായിട്ടും ബ്രദർ ഈ ദിവസങ്ങളിൽ വചനം പഠിക്കുവാനൊക്കെ തുടങ്ങിയ ആളാണ് ഷിജു ബ്രദറിന് ഈ ദിവസങ്ങളിൽ ഒത്തിരി സംശയങ്ങൾ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അത് ഏറ്റവും വലിയ അനുഗ്രഹമാണ്. അദ്ദേഹത്തിൻ്റെ സംശയങ്ങളൊക്കെ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ക്രിസ്തുവിൽ വളരുവാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ വ്യാഖ്യാനം അനുഗ്രഹമായി തീരുവാൻ ഇടയായി തീർന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ദൈവം നമ്മളെ സകലത്തിലും സൂക്ഷിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞു സിസ്റ്ററെ. ആ ഞാൻ ഈ ദിവസങ്ങളിൽ ഞാൻ ബ്രദറിനോട് പറഞ്ഞല്ലോ ഒരു വാഹനത്തിന്റെ കാര്യം. ഇങ്ങനെ അതെ രാവിലെ മുതൽ ഞാൻ മെസ്സേജ് അയച്ചല്ലോ. അപ്പോൾ ഞങ്ങൾക്കൊരു വണ്ടി കിഡ് കാർ ഇവിടെ ഉണ്ട്. അപ്പം അത് ചെറിയ വാഹനം ആയതുകൊണ്ട് ഞങ്ങൾക്ക് ദൂരെ ഒന്നും അങ്ങനെ അറിയാലല്ലോ, അങ്ങൊക്കെ പോകണമെങ്കിൽ ഇച്ചിരി നല്ല വണ്ടിയൊക്കെ വേണമെന്നൊക്കെ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. കാരണം നമ്മുടെ കയ്യിൽ പൈസ ഉള്ളത് കൊണ്ട് ഒന്നുമില്ല. ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം പറയുകയാണെങ്കിൽ എല്ലാം വിശ്വാസത്തോടെ വെച്ച കാഴ്ചപ്പാടുകൾ മാത്രമേ ഉള്ളൂ. അതായത് കയ്യിൽ പൈസ വെച്ചിട്ടൊന്നുമല്ല ഞങ്ങൾ ജീവിക്കുന്നത്. വിശ്വാസത്താലും ചുവടുകൾ വെക്കും. അതുപോലെ തന്നെ ദൈവം അത്ഭുതങ്ങളെല്ലാം എല്ലാ മേഖലകളിലും അങ്ങനെ തന്നെയാണ്. അതുപോലെ ഞങ്ങളിങ്ങനെ ഈ ഒരു നല്ല വാഹനം വേണമെന്ന് പുള്ളിക്കാരനെ, ഒന്നാമത് പുള്ളിയുടെ ജോലിയൊക്കെ അങ്ങനെ ആയതുകൊണ്ട് ഒരു റീഫ്രഷ് ഒക്കെ ആഗ്രഹിക്കും. പുറത്തിങ്ങനെ ടൂറൊക്കെ പോകണം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ അപ്പൊ നല്ലൊരു വാഹനമൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും എന്നൊക്കെ പുള്ളി ഇങ്ങനെ ആഗ്രഹിക്കും. അപ്പം ഞങ്ങളൊരു വാഹനത്തിന് വേണ്ടി അങ്ങനെ ആഗ്രഹിച്ചു. അപ്പം ഈ ഹുണ്ടായിയുടെ എക്സ്റ്ററിന് വേണ്ടി അപ്പൊ അത് ഞങ്ങള് പിന്നെ ഷോറൂമിൽ പോയി. അപ്പൊ അതിന് ബുക്കൊക്കെ ചെയ്തു. അപ്പൊ 2 പ്രാവശ്യമായിട്ടും അത് പിന്നെ ക്യാൻസലായി പോയി. അത് കൈ കിട്ടിയെന്ന് വിചാരിച്ചു, പക്ഷെ അത് ക്യാൻസലായി പോകുന്ന ഒരു അവസ്ഥയായിരുന്നു. അപ്പം പിന്നെ ഇവര് പറഞ്ഞു എന്താ, പിന്നെ അങ്ങനെ കുറെ കഴിഞ്ഞപ്പം പിന്നെ ഒരു ദിവസം ഞങ്ങള് പിന്നെ അതിന്റെ മേലെയുള്ള വെന്യൂവിന് അപ്പൊ അത് ഇച്ചിരി പൈസ കൂടുതലായതുകൊണ്ട് നമ്മൾ അതിനെ പറ്റി ചിന്തിച്ചില്ല. അപ്പം പിന്നെ ഇവർക്കത് എന്തോ കുഴപ്പമില്ല, ടെസ്റ്റ് ഡ്രൈവിനൊക്കെ പോയ സമയത്ത് കുഴപ്പമില്ല, നല്ല വണ്ടിയാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ വിശ്വാസത്താൽ ബുക്ക് ചെയ്തു. അപ്പം ഈ ദിവസങ്ങളിലൊക്കെ ഷോറൂമുകാർ തന്നെയാണ്, പിന്നെ ഞങ്ങൾ ലോൺ വഴി എടുക്കാന്നുള്ളതിൽ ഷോറൂമുകാർ തന്നെയാണ് അതിന്റെ കാര്യങ്ങളൊക്കെ. അവർ തന്നെയാണ് ഓരോ ബാങ്കിൽ അവരുടെ വെരിഫിക്കേഷന്റെ പിന്നെ ഈ വണ്ടിയിലെ എല്ലാ ഡോക്യുമെന്റ്സും ബാങ്കിൽ അയച്ചു കൊടുക്കും. പിന്നെ അപ്പം വെരിഫിക്കേഷന്റെ കാര്യത്തിന് വരും. അപ്പോൾ കഴിഞ്ഞ ദിവസം എല്ലാം ശരിയായി. അങ്ങനെ 1-2 ബാങ്കുകളിൽ പിന്നെ ഓരോ കാരണം കൊണ്ട് അത് പറ്റില്ല. പിന്നെ പേരൻസിന്റെ ഒപ്പൊക്കെ വേണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞങ്ങൾ അത് ആഗ്രഹിക്കുന്നില്ല. കാരണം ഒന്നാമത് പേരൻസ് ഒക്കെ, ഞങ്ങൾക്ക് വീട് എന്ന് പറഞ്ഞാൽ തറവാട് വീട്, ഞങ്ങൾക്ക് 3 പേർക്കുള്ള വീടുണ്ട്. അല്ലാതെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു വീടിന് വേണ്ടിയൊക്കെ ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ വീടൊന്നും ആയില്ലല്ലോ, ഇനിയിപ്പോ ഒരു കാറിന്റെ മേലേക്ക് എന്തിനാ, ഓൾറെഡി ഇപ്പൊ ഒരു വാഹനമൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും അവർക്ക് അത് താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇവർ പറഞ്ഞു എന്തായാലും അത് വേണ്ട, ദൈവം തരുന്നെങ്കിൽ തരട്ടെ, അല്ലാതെ അവരോടൊന്നും പറഞ്ഞ് വെറുതെ അവരെ മനസ്സ് മുഷിച്ച് ആകാൻ നിൽക്കേണ്ട. എന്നിട്ട് അപ്പം ഈ വെരിഫിക്കേഷൻ വരുന്ന ആൾക്കാരൊക്കെ ഈ പിന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ഓക്കെ ആവുന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു നോക്കുമ്പോൾ അതും ലാസ്റ്റ് അവസാനം അതും 3-4 ബാങ്ക് അതൊക്കെ അങ്ങനെ റിജക്റ്റ് ആയി. അപ്പം പിന്നെ ഇവർക്കും ഒരു ഇത് വന്നു, പിന്നെ അങ്ങനെയാണ് വേണ്ട, ഇപ്പൊ ഒരു വാഹനം ഉണ്ടല്ലോ. അപ്പൊ ഇന്ന് രാവിലെ ഞാൻ ബ്രദറിനെ വിളിച്ച് ഞാൻ സംസാരിക്കാനൊക്കെ ഇടയായി. കാരണം അപ്പം ബ്രദർ ഇങ്ങനെ പറഞ്ഞു, നമ്മളങ്ങനെ ഒതുങ്ങി പോകരുത്, ദൈവം നമുക്ക് വേണ്ടി, അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയാനൊക്കെ ഇടയായി. അപ്പം പോരാതെ 2 ദിവസങ്ങളിൽ അത് അത്ര വരെ പുള്ളിക്ക് നല്ല വിശ്വാസമായിരുന്നു, ദൈവം എന്തായാലും അത്ഭുതം ചെയ്യും. പിന്നെ അത് മാത്രമല്ല, ഞാൻ ഈ വാഹനത്തെ പറ്റിയൊക്കെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഒരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം എനിക്ക് തന്നൊരു വചനം എന്ന് വെച്ചാല്, ഞാൻ നിന്നെ ദേശത്തിലെ ഉന്നതങ്ങളിൽ വാഹനമെത്തി ഓടിക്കുമാറാക്കുകയും നിന്റെ പിതാവായ യാക്കോബിന്റെ അവകാശം കൊണ്ട് നിന്നെ പോഷിപ്പിക്കുകയും ചെയ്യും എന്ന്, അങ്ങനെയുള്ള ഒരു വചനം എനിക്ക് ദൈവം തന്നു. അപ്പൊ എനിക്ക് ആ വചനം തന്നപ്പോൾ ഞാൻ അത് വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ ഇത് മൊത്തം ക്യാൻസൽ ആയപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോ ദൈവത്തിന്റെ പ്ലാൻ അതായിരിക്കില്ല. കാരണം നമുക്കൊരു വീടൊക്കെ വേണമല്ലോ, മനുഷ്യന്മാർ എല്ലാവരും അതാണ് ചിന്തിക്കുന്നത്. അപ്പൊ ഞങ്ങള് ചിന്തിക്കുന്നത് വെച്ചാല് വീട്, നമ്മളിപ്പോ അത് മാനുഷിക ചിന്താഗതിയല്ലേ, ഒരു വീടൊക്കെ ആയി അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ആവശ്യം എന്താണോ അത് ദൈവത്തെ അറിയിക്കുക. ദൈവത്തിന് എന്താ അസാധ്യമായിട്ടില്ലല്ലോ. അപ്പൊ അതങ്ങനെയാണ് ഞങ്ങളുടെ കാറിന്റെ മേലേക്ക് കയറിയത്. അപ്പൊ ഇന്ന് പുള്ളിക്കാരൻ പോയി സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ നോക്കാന്നുള്ളതിൽ പോയി. ഞാൻ അറിയാതെ പോയി, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും പിന്നെ എന്തായി. അപ്പൊ പിന്നെ അതും എല്ലാം ക്യാൻസൽ ആയപ്പോൾ ഞാനൊന്നും കൂടുതൽ ചോദിക്കാൻ നിന്നില്ല. പുള്ളിക്കാരൻ ഞാൻ അറിയാതെ പോയി കാറിന്റെ കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഹാൻഡ് കാറിന്റെ കാര്യങ്ങളൊക്കെ പോയി നോക്കുകയൊക്കെ ചെയ്ത്. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇന്നിപ്പം പിന്നെ ഇവർ തന്നെ വേറൊരു പിന്നെ ബാങ്ക്, അത് ഞങ്ങൾക്ക് ആദ്യം മറ്റേ കാറിന് വേണ്ടി ഇതായിരുന്നു ബാങ്ക്. പിന്നെ അത് അവര് പറഞ്ഞ് കുഴപ്പമില്ല. പിന്നെ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇന്ന് വൈകുന്നേരം തന്നെ, അത് അത്ര വരെ ഒന്നും എല്ലാം റിജക്റ്റ് ആയി. പക്ഷെ പെട്ടെന്ന് തന്നെ ഈ ബാങ്കുകാർ എല്ലാം ഓക്കെ ആയി. പിന്നെ അതുപോലെ നമ്മൾ 2 ലക്ഷം രൂപയോളം ഡൗൺ പേയ്മെന്റ് വേണം. അപ്പൊ ഞങ്ങൾക്ക് ഒരു സൈഡിൽ പൈസയും ഇല്ല. എന്നാൽ ഇപ്രാവശ്യം ഭയങ്കര ടൈറ്റും ആയി, ബുക്കും ചെയ്തു. അപ്പൊ